ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് 2008-2009 കാലഘട്ടങ്ങളിലാണ് തോന്നുന്നുണ്ട്, 2008-2009 അന്ന് ജിദ്ദയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ഞാൻ ഒരു ഫലസ്തീനിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സയൻസിൻ്റെ കോളേജ് അധ്യാപകനെ പരിചയപ്പെട്ടു. അന്ന് അയാൾ പറഞ്ഞാണ് ഒരു 3 വർഷത്തെ കോഴ്സ് ബിരുദം ചെയ്യുന്ന ആ കോളേജിൽ കോഴ്സ് തുടങ്ങുമ്പോൾ ഏകദേശം ഒരു 30 കുട്ടികളുണ്ടാവും. 3 വർഷം കഴിഞ്ഞ് കോഴ്സ് അവസാനിച്ച് പോകുമ്പം പകുതിയിൽ താഴെ കുട്ടികളാണ് ക്ലാസ്സിലുണ്ടാകുക എന്നാണ്. പലരും ഷെല്ലാക്രമണത്തിലും ബോംബാക്രമണത്തിലൊക്കെ മരിച്ചു പോകും. അപ്പോൾ ഇന്നലെ നമ്മളൊക്കെ സാധാരണ ക്ലാസ്സിൽ കുട്ടികളെ കാണാൻ അതായി മുന്നിലിരിക്കുന്ന ആളോട് ചോദിച്ചാൽ നമുക്ക് പനിയാണ്, തലവേദനയാണ് അയാൾക്ക് എന്നല്ലേ പറയും. വീട്ടിൽ കല്യാണം ആയതുകൊണ്ട് വന്നില്ല. എന്നാൽ അവിടെ അങ്ങല്ല, ഇന്നലെ മരിച്ചുപോയി എന്നാണ് പറയാം. ഇന്നലെ ഷെല്ലാക്രമണം ഉണ്ടായിരുന്നു, അതിൽ മരിച്ചുപോയി. അപ്പോൾ അത്തരത്തിൽ അവർ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ പരീക്ഷണത്തിൻ്റെ അർത്ഥം? ഇതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ മാനസികമായി തകർന്നു പോകും. അതുകൊണ്ട് ഇന്നൊട്ടേറെ ആളുകൾ യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അവർ അവരുടെ യഥാർത്ഥ ദൈവീക മതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അവർ തേടുന്ന, നമ്മളീ അന്വേഷിക്കുന്ന സന്തോഷം. ഇപ്പം എല്ലാവരും ഒരു അടിപൊളി വൈബിൻ്റെ പിന്നാലെയാണ് അല്ലേ? എപ്പോഴാണ് കൂടുതൽ സന്തോഷം? എങ്ങനെ കൂടുതൽ സന്തോഷം കിട്ടാം? എങ്ങനെ കൂടുതൽ ജീവിതം അടിപൊളിയാക്കാം? ഇപ്പോൾ പ്രായഭേദമന്യേ അല്ലേ, നമുക്കൊരു വയസ്സൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. എല്ലാവരും ഒരേ പ്ലാറ്റ്ഫോമിലാണ്. ചെറിയ കുട്ടിയാണെങ്കിലും വലിയ മുതിർന്ന പ്രായമായവരാണെങ്കിലും എല്ലാവരും യൂട്യൂബിലാണ്, എല്ലാവരും സോഷ്യൽ മീഡിയകളിലാണ്. എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം അല്ലേ? ഇപ്പോഴത്തെ കുട്ടികളെ പറ്റി നമ്മൾ പറയും ഭയങ്കര ബുദ്ധിയാണ്, ഭയങ്കരമായിട്ട് സംസാരിക്കും അവർ അല്ലേ. നമ്മൾ സംസാരിച്ചതിനേക്കാളൊക്കെ ലാംഗ്വേജ് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഇംഗ്ലീഷ് പറയും. അപ്പോൾ അതിനൊക്കെ അവർ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണല്ലോ കുട്ടികൾ അങ്ങനെ സംസാരിക്കുന്നത്. യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയകളാണെങ്കിലൊക്കെ കുട്ടികൾ വലിയ മുതിർന്നവരെ പോലെ സംസാരിക്കും, മുതിർന്നവരെ പോലെ പെരുമാറും. അപ്പോൾ നമ്മൾ അത്ഭുതത്തോടെ പറയും, എന്താലേ ആ കുട്ടി പറഞ്ഞു കേട്ടില്ലേ, ഭയങ്കര ബുദ്ധിയാണ്, മാഷാ അല്ലാഹ്. അപ്പോൾ അതെന്തുകൊണ്ട് എല്ലാവരും ഈ ഒരേ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന്, സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ഈ AI പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു കാലത്ത് ഇങ്ങനെ സന്തോഷങ്ങളും ഇതേപോലെ ഈ കാര്യങ്ങളുമെല്ലാം അന്വേഷിച്ച് നടന്നിരുന്ന ഒരു തലമുറ നമ്മൾ ഇപ്പോൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും നോക്കിയാൽ കാണുന്ന ആ തലമുറ, അവരതിൻ്റെ എല്ലാ ഫലങ്ങളും അനുഭവിച്ച് തിരിച്ചു നടക്കുകയാണ് അല്ലേ? ഇവിടെ ഇതൊക്കെ ഇങ്ങനെ ഇപ്പോൾ കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുന്നുള്ളൂ. പലരും ദൈവമുണ്ടോ, അങ്ങനെ അള്ളാഹു ഉണ്ടോ എന്ന് വരെ ചിന്തിക്കുന്ന ആളുകൾ. ഈ കാണുന്ന വലിയ സൃഷ്ടി പ്രപഞ്ചം, ഈ ചരാചരങ്ങളും ഈ കോടാനകോടി സൃഷ്ടിജാലങ്ങളും ഇതെങ്ങനെ ഉണ്ടായതാണ്? ഇതൊക്കെ വെറുതെ ഉണ്ടാവുമോ? അത് പ്രകൃതിയാ ഉണ്ടായതാണ് എന്ന് പറയുമ്പോൾ ഈ പ്രകൃതി എന്ന് പറയുന്ന ഒരു ബൈ ചാൻസ് ഉണ്ടായി എന്ന് എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക? ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഓരോ സൃഷ്ടിജാലങ്ങൾ അല്ലേ? ഇപ്പോൾ ഈ ഒരു മൈക്ക് വെറുതെ ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ ഒരു ഫോൺ വെറുതെ ഉണ്ടായതാണോ? ഈ കാണുന്നത് എന്തെങ്കിലും വെറുതെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതിനൊരു സൃഷ്ടികർത്താവുണ്ട്. ഈ കോടാനകോടി സൃഷ്ടിജാലങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത് അതാണ്, ഇതിനൊരു സൃഷ്ടാവുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ തുറന്നു വെച്ചാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും, നമുക്ക് മനസ്സിലാക്കാൻ. ഏത് ബുദ്ധിയില്ലാത്ത ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അവരുടെ ബുദ്ധിക്കനുസരിച്ച് ഇതിനൊരു സൃഷ്ടാവുണ്ട്, ഇത്രയും വലിയ സംവിധാനത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയുടെ ആവശ്യമില്ല. ഇതെങ്ങനെ സ്വയം ഉണ്ടാവും? ഈ പ്രപഞ്ചം, ഈ ആകാശവും ഈ ഭൂമിയും ഈ ഗോളങ്ങളുമെല്ലാം സ്വയം ഉണ്ടായതാണ് എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? സൂറത്തു തൂറിലെ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അം ഖുലിഖൂ മിൻ
ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. യാതൊരു വസ്തുവിൽ നിന്നുമല്ലാതെയാണോ അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അതല്ല അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചത് എന്നാണ്. നമ്മളാണോ നമ്മളെ സൃഷ്ടിച്ചതല്ല. നാം അറിയുന്ന ആരെങ്കിലുമാണോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്? അല്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അം ഖലഖുസ് സമാവാതി വൽ അർള ബൽ ലാ യുഖിനൂൻ, അവരാണോ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്നത്? അപ്പോൾ അവരൊരു യഖീനില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് എന്തില്ല? അവർക്കൊരു ഉറപ്പില്ല. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ വിശ്വാസത്തിൽ നമുക്കൊരു ഉറപ്പ് വേണം. കാരണം എന്താ വെച്ചാൽ അതാണ് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമാധാനം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. കാരണം തുടക്കത്തിൽ ചിലപ്പോൾ ആളുകൾ വിചാരിക്കും നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാകും, അല്ലേ? ആളുകൾ സങ്കടമായി ദുഃഖമായി പലപ്പോഴും പറഞ്ഞു വരുന്നതാണ്, മോന് നല്ലൊരു ജോലിയില്ല, അല്ലെങ്കിൽ മകള് ഡൈവോഴ്സായിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ മകൻ ഗൾഫിൽ പോയിട്ടൊന്നും ശരിയായിട്ടില്ല, തിരിച്ചു വന്നു, അല്ലെങ്കിൽ അസുഖം. അങ്ങനെ പലതിനെയും കുറിച്ച് ആണ് ആളുകൾ സങ്കടം പറയാം, നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ പരിഹരിക്കപ്പെട്ടു നിങ്ങൾ വിചാരിച്ചാൽ, ഇതൊക്കെ ഇപ്പോൾ പരിഹരിച്ചു, നല്ലൊരു ജോലിയുണ്ട്, അല്ലേ? നല്ല വരുമാനമുണ്ട്, ഇനി മകളെ വീണ്ടും കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു അസുഖം, ഒരു വലിയ ക്യാൻസർ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു അസുഖം ബാധിച്ചു, ആ അസുഖം ഭേദമായി, എന്നാൽ ഈ പറഞ്ഞ സന്തോഷം തിരിച്ചു വരുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ? നമ്മൾ അന്വേഷിക്കുന്ന സമാധാനം, നമ്മൾ അന്വേഷിക്കുന്ന സന്തോഷം, അതൊന്നും ഭൗതികമായി എന്തെങ്കിലും ഭൗതികമായ വിഭവങ്ങളുടെ ആധിക്യം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതികമായ വിഭവങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടോ പരിഹരിക്കാൻ സാധിക്കുന്നതല്ല. ഇത് തികച്ചും മാനസികമാണ്, അല്ലേ? ഒരേ സമയത്ത് 100 റുപ്യ കിട്ടിയാൽ സന്തോഷം ഉണ്ടാകുന്ന ആളുകളുണ്ട്, എന്നാൽ ആ ഒരു 100 റുപ്യ കിട്ടിയാൽ സന്തോഷം ഉണ്ടാകാത്ത ആളുകളുണ്ട്. അപ്പോൾ ഒരു 100 രൂപയ്ക്ക് ഒരാൾക്ക് സന്തോഷം കൊടുക്കാൻ കഴിയുന്നതും ഒരാൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നതും, ഒരു 100 റുപ്യക്ക് ഒരാൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റും, ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതവിടെ തീരുമാനിക്കപ്പെടുന്നത് ആ 100 രൂപയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ്. ഇപ്പം എൻ്റെ പോക്കറ്റിൽ കുറേ പൈസ ഉണ്ട്, അതിൻ്റെ കണക്ക് എത്രയെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് പോയോ ഇല്ലേ എന്നുള്ളത് എന്തറിയില്ല, എനിക്കറിയാത്തതുകൊണ്ട് എനിക്കതിൽ സങ്കടമല്ല. നേരെ മറിച്ച് ഞാൻ എണ്ണി വെച്ച പൈസയാണെങ്കിൽ 500 റുപ്യ ഷോർട്ടേജ് ഉണ്ട്, ഞാൻ എന്നെ സ്ഥലത്ത് ഊരി വെച്ച് രണ്ടാമട്ട് നോക്കുമ്പോൾ അതിൽ 500 റുപ്യ കാണാനില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ടാവും. എൻ്റെ പൈസ ആരെടുത്തത്? ആ പോയില്ലല്ലോ, എന്നെ ആരെ പറ്റിച്ചോ മോഷ്ടിച്ചോ എന്താ ഇപ്പോൾ അങ്ങനെ എടുക്കാനും. നേരെ മറിച്ച് ഞാനത് അറിഞ്ഞില്ല എങ്കിൽ, ഞാനത് കൃത്യമായിട്ട് എണ്ണീട്ടില്ല, എനിക്കെന്നെ ഒരു ഉറപ്പില്ല പോയിക്കണോ ഇല്ല എന്നുള്ളതിന് ഞാനത് മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ആലോചിച്ച് നോക്കി, അപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിലും എനിക്കതിലൊരു വിഷമമില്ലാത്തത് എന്താണ്? ആ കാര്യത്തെ ഞാൻ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മളെ മനസ്സിൻ്റെ ചിന്തകളെ രൂപപ്പെടുത്തുന്നതിൽ നമുക്കങ്ങനെ ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. അതിനാണിത് ഇങ്ങനെ ഈ ആമുഖത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ്. നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടാണ്ട്, അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവെ പറ്റിയുള്ള യഖീനായ വിശ്വാസമാണ്, അല്ലേ? അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈ കോടാനകോടി സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിക്കുകയും അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുകയും ഘട്ടം ഘട്ടമായി ഓരോ ജീവികളെയും വളർത്തിക്കൊണ്ടുവരികയും ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഖാലിക്കായ മുദബ്ബിറായ ആ റബ്ബ് സുബ്ഹാനഹു വ തആല, അതാരാണ്? ആ റബ്ബ് ആരാണ്? ആ റബ്ബിനെ കുറിച്ചുള്ളൊരു കൃത്യമായ വിശ്വാസം, അത് കൃത്യമായ അളവിൽ നൽകാൻ അത് ആർക്കാണ് സാധിക്കുക? അത് അള്ളാഹുവിനാണ് സാധിക്കുക. ഈ പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ച് കൃത്യമായി പഠിപ്പിക്കാൻ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ റബ്ബിനെ കുറിച്ച്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച്, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച പ്രപഞ്ചനാഥനെക്കുറിച്ച്, ഈ ജീവിതം നമുക്ക് ഒരു പരീക്ഷണമായി തന്ന ആ റബ്ബിനെക്കുറിച്ചുള്ള കൃത്യമായ വിശ്വാസവും അതിനനുസരിച്ചുള്ള ഒരു ജീവിതവും നമുക്ക് കൃത്യമായിട്ട് ജീവിക്കാൻ സാധിക്കണം. അപ്പോൾ അതിന് ഈ ശരിയായ ഒരു വിശ്വാസം നമുക്ക് വേണമെങ്കിൽ അതിനാദ്യം വേണ്ടത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഏറ്റവും ശരിയായ അറിവാണ്. ആ അറിവ് നൽകാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ
അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ചത്, കാലങ്ങളായി ഓരോ സമൂഹങ്ങളിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത് ആ ഒരു അറിവ് കൃത്യമായി പഠിപ്പിക്കാനാണ്. അല്ലേ? ആരാണ് അള്ളാഹു? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹു ഏകനാണ്, അള്ളാഹു അഹദാണ്, അവന് യാതൊരു തരത്തിലുള്ള പങ്കുകാരുമില്ല. അള്ളാഹുവിൻ്റെ അധികാരത്തിൽ, അല്ലേ, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിലോ റുബൂബിയത്തിലോ അള്ളാഹുവിന് യാതൊരു തരത്തിലുള്ള പങ്കുകാരുമില്ല. അള്ളാഹു റബ്ബാണ് എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അല്ലേ? ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതാരാണ്? ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ്? അതിൽ യാതൊരു സംശയവുമില്ല. ഇവിടുത്തെ ഏത് മതവിശ്വാസിയും അംഗീകരിക്കുന്ന കാര്യമാണ് അള്ളാഹുവാണ് റബ്ബ് എന്നുള്ളത്. അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അല്ലേ? അള്ളാഹുവാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അതിൽ യാതൊരു തർക്കമില്ല. എന്നാൽ ഈ പ്രവാചകന്മാർ വന്നത് എന്തിനാണ്? സത്യത്തിൽ ഈ റുബൂബിയത്ത് പഠിപ്പിക്കുകയും ആ റുബൂബിയത്ത് കാലങ്ങളായി അവിടെ സമൂഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ജനങ്ങൾ മാറിപ്പോയത്, തെറ്റിപ്പോയത് ആരാധനയുടെ വിഷയത്തിലാണ്, ഉലൂഹിയത്തിലാണ്. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന തത്വത്തിൽ നിന്ന് ജനങ്ങൾ വഴിതെറ്റിയപ്പോഴാണ് അള്ളാഹു വീണ്ടും പ്രവാചകന്മാരെ അവതരിപ്പിച്ചത്. ഈ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിച്ചുലേ. ഓരോ പ്രവാചകന്മാരും അവരുടെ നാടിൽ ജനിക്കുകയും അവിടെ വളരുകയും അങ്ങനെ ആ നാട്ടിലുള്ള ഒരാളെയാണ് അള്ളാഹു പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ മക്കയിൽ ജനിച്ചു, അവിടെ വളരുകയും അവർക്കിടയിൽ അവർക്കെല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ്, അല്ലേ? അൽ അമീൻ, അത്രയും സത്യസന്ധനായ, എല്ലാവർക്കും ഇഷ്ടമായിരുന്ന, സുസമ്മതനായിരുന്ന ഒരു വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. നബി പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. നിങ്ങൾ ആലോചിക്ക്, നമ്മളെ കൂട്ടത്തിലൊരാൾ ഒരു ദിവസം നേരം വെളുത്തിട്ട് എണീറ്റിട്ട് പറയണേ ഞാൻ പ്രവാചകനാണ്, ഞാൻ നബിയാണ് എന്ന് പറയുമ്പം നമ്മളത് അംഗീകരിക്കുമോ? കൂടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വരെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇന്നിപ്പോൾ നമ്മളോട് പറയും ഞാൻ നബിയാണ്, എനിക്ക് വഹി കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും, അല്ലേ? അപ്പോൾ അവർ അത് വിശ്വസിച്ചത് എന്തുകൊണ്ടാണ് ചില ആളുകൾ അത് വിശ്വസിച്ചത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞാലും അത് അതേപോലെ വിശ്വസിക്കുന്നവനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാഇൻ്റെ രാത്രിയിൽ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് പോയി, അവിടെ നിന്ന് ആകാശത്തേക്ക് പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരം വെളുക്കുമ്പോൾ പറയാണ്. തലേന്ന് രാത്രി വീട്ടിൽ കിടന്നുറങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി, അവിടെ നിന്ന് ആകാശലോകത്തേക്ക് മിഅ്റാജിൻ്റെ യാത്ര ചെയ്തു എന്ന് പറയുമ്പോഴും അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിക്കണം. അവിടെ കുറേ മക്കയിലെ മുശ്രിക്കുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, പരിഹസിച്ചുകൊണ്ട് ചോദിക്കാണ്, നിന്റെ മുഹമ്മദ് ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് ആകാശത്തേക്കും യാത്ര ചെയ്തു എന്ന് പറഞ്ഞത് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി എന്താ അറിയോ? ഞാൻ അതിനേക്കാൾ വലിയ കാര്യം ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്ന പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന കാര്യം വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് വിശ്വസിക്കാൻ ഒരു പ്രയാസമില്ല എന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അവർ വിശ്വസിച്ചത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യസന്ധനാണ് എന്ന് അവർക്കറിയാം. ഇതേവരെ ജീവിതത്തിൽ ഒരു കളവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിന് മാത്രമേ നേർച്ച നേരാൻ പാടുള്ളൂ, നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്ത് പറയാൻ പാടുള്ളൂ. കാരണം അന്നവിടെ ജീവിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ അവർ ജീവിച്ച് മുമ്പ് മൺമറഞ്ഞു പോയ ലാത്ത എന്ന നല്ലൊരു വ്യക്തി ഉണ്ടായിരുന്നു. അവിടെ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് പായസം കൊടുത്തിരുന്ന നല്ല ഒരു സോലിഹായ ഒരു വ്യക്തി, മരിച്ചു പോയൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയാണ് അവർ അസന്നിഗ്ധ ഘട്ടങ്ങളിൽ ചിലപ്പം വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. ലാത്തെ കാക്കണേ, മനാത്തെ കാക്കണേ എന്നായിരുന്നു അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്.
ആ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ലാത്ത മനാത്തകളെ നിങ്ങൾ വിളിക്കരുത്, അല്ലേ? അവരെ വിളിക്കാൻ പാടില്ല, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. എന്തിനാണ് അവർ വിളിച്ചത്? അവർ കൊടുത്ത മറുപടി എന്താ? ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് കഴിവൊന്നുമില്ല, അല്ലാഹു കൊടുത്ത കഴിവ് തന്നെയാണ്. പക്ഷേ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് എന്തിനാണ്? ഞങ്ങൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അല്ലാഹുവിലേക്ക് അല്ലാഹുവാണ് നമ്മളോട് ഏറ്റവും അടുത്തൻ, നമ്മുടെ കണ്ടനാടിയേക്കാൾ നമ്മളോട് അടുത്തവൻ നമ്മുടെ റബ്ബാണ് എന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ഇത് എല്ലാവരെയും വഅൻദിർ അശീറത്തക, നിന്റെ കുടുംബക്കാരെ നീ താക്കീത് ചെയ്യണം, കുടുംബത്തോട് ഈ കാര്യം പറയണമെന്ന് ആയത്തിറങ്ങിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു കൽപ്പിച്ചു, കുടുംബക്കാരെ വിളിച്ചു ചേർത്തുകൊണ്ട് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല ദരിദ്രനായിരുന്നു, ദാരിദ്ര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണത്. അങ്ങനെ സീറാ ഗ്രന്ഥങ്ങളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹുവിനോട് പറയാണ്, നമുക്ക് എല്ലാ കുടുംബക്കാരെയും വിളിച്ചു കൂട്ടിക്കാണ്ട് ഒരു തക്കാരുണ്ടാക്കണം, ഒരു സൽക്കാരുണ്ടാക്കണം. കാരണം കുടുംബക്കാരെ അറബികളുടെ മര്യാദ അനുസരിച്ച് എന്തെങ്കിലും ഒരു കാര്യം കുടുംബത്തിൽ വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം എല്ലാവരും ചേർത്തൊന്ന് ഭക്ഷണം കൊടുക്കണം, ആ ഭക്ഷണത്തിന് ശേഷമാണ് കാര്യങ്ങൾ പറയാം. അങ്ങനെ പൈസയൊക്കെ സംഘടിപ്പിച്ച് വലിയ ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ പാർട്ടിയൊക്കെ നടന്നു, ഭക്ഷണമൊക്കെ കഴിച്ച്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധൈര്യം വരുന്നില്ല പറയാൻ. അങ്ങനെ അന്ന് ആ പാർട്ടിയിൽ പറയാൻ പറ്റിയില്ല, അത് വെറുതെ ആയിപ്പോയി. വീണ്ടും ഒരു തക്കാരം സംഘടിപ്പിച്ച് എല്ലാവരും വിളിച്ചു ചേർത്തത് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടാമത്തെ തക്കാരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബക്കാരോട് ഈ കാര്യം പറയണത്. നിങ്ങൾ ആരാധിച്ചു വരുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കരുത്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, നിങ്ങൾ അല്ലാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അത് പറയണതിൻ്റെ മുമ്പ് ആ സഫാ കുന്നിൻ്റെ അപ്പുറത്തു നിന്ന് ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് അവരോട് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചേക്കാണ്. അപ്പോൾ അവർ കൊടുത്ത മറുപടി, നീ അല്ല മീനല്ലേ, നീ വിശ്വസ്തനാണ്, നീ പറയുന്നതിൽ ഞങ്ങൾക്ക് എന്തുണ്ട്, വിശ്വാസമുണ്ട്, നിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ഉപേക്ഷിക്കണം, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞപ്പം അബൂലഹബ് തബ്ബൻ ലക യാ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഷാള് കൊട്ടഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എണീറ്റ് പോയി എന്നാണ്. ആലോചിച്ച് നോക്കി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാനസികമായും ശാരീരികമായും ഒട്ടേറെ പീഡനങ്ങൾ ഏൽക്കുകയാണ്. എന്തിനു വേണ്ടി? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ് യഥാർത്ഥ ആരാധനക്കർഹൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിൻ്റെ തുടക്കത്തിൽ തന്നെ ലാ ഇലാഹ എന്നാണ്. ആരാധ്യ വസ്തുക്കളേ ഇല്ല എന്ന ലാ ഇലാഹ, ഒരു ഇലാഹും തന്നെ ഇല്ല ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യ വസ്തുക്കളും ഇല്ല എന്ന് കൃത്യമായിട്ട് അവിടെ പഠിപ്പിക്കണം. നിങ്ങൾ ആരാധിച്ചു വരുന്ന, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ലാത്ത, മനാത്ത, ഉസ്സ തുടങ്ങിയ ഈ വിഗ്രഹങ്ങളൊന്നും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂല, വിളി കേൾക്കൂല. അവരോട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത്, അവയെ ആരാധിക്കരുത്, അവക്ക് നേർച്ച വഴിപാടുകൾ നേടരുത്, അവയെ പിടിച്ച് സത്യം ചെയ്യരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അവരെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നീണ്ട 23 വർഷത്തെ പ്രവാചക ജീവിതം നമുക്കറിയാം, അത് സംഭവ ബഹുലമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനിൻ്റെ വഹ്യ് പല ഘട്ടങ്ങളിലായി ആ 23 വർഷത്തെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഇറങ്ങിയതാണ് വിശുദ്ധ ഖുർആനാകുന്ന വഹ്യ്. അപ്പോൾ ആ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ആ റബ്ബ് ആരാണ്, ആ റബ്ബ് എവിടെയാണ്, ആ റബ്ബിൻ്റെ ഗുണവിശേഷണങ്ങൾ എന്തെല്ലാമാണെന്ന്. അപ്പോൾ അങ്ങനെ ആ റബ്ബിനെ കുറിച്ച് നല്ല കൃത്യമായ ഒരറിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ റബ്ബിനെ ആരാധ്യനായി അംഗീകരിക്കുകയും ആ റബ്ബിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ആ റബ്ബിൽ തവക്കുൽ ചെയ്യുകയും. നോക്കി, അള്ളാഹുവിനെ പറ്റിയുള്ള ഓരോ അറിവും, അള്ളാഹു അലീമാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്ന് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ആ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം നോക്കി, ആ അള്ളാഹുവിൻ്റെ അറിവെന്നുള്ളത്, അള്ളാഹു നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും, എൻ്റെ സങ്കടങ്ങൾ അറിയുന്നവനാണ് എൻ്റെ റബ്ബ്, അല്ലേ? തെറ്റിദ്ധരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ വലിയ പ്രതീക്ഷ എന്താണ്? അള്ളാഹുവിനറിയാം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്.
അള്ളാഹു അറിയുന്നുണ്ട് അല്ലേ? ഇവിടെ ഗാസയിൽ ബോംബുകൾ വന്ന് വർഷിക്കുമ്പോഴും ആ അള്ളാഹുവിൻ്റെ അറിവോടും സമ്മതത്തോടും തന്നെയാണ് അവിടെ ബോംബ് വർഷിക്കുന്നത്, അവിടെ ആക്രമിക്കപ്പെടുന്നത്, അവിടെ പിഞ്ചു കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുന്നത് ആ റബ്ബിൻ്റെ അറിവോടും സമ്മതത്തോടും തന്നെയാണ്. അപ്പോൾ എൻ്റെ റബ്ബിന് അതിലൊരു യുക്തിയുണ്ട്. അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു യുക്തിമാനാണ്. ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് നമുക്ക് നമ്മുടെ ചെറിയ ബുദ്ധിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അതിൻ്റെ പിന്നിൽ അള്ളാഹുവിന് വലിയൊരു യുക്തിയുണ്ട് എന്നറിയുമ്പോൾ അതിലൊരു സമാധാനമുണ്ട്, അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്. ആലോചിച്ച് നോക്കി, പടച്ചോൻ എല്ലാ കാര്യത്തിനും കഴിയും അല്ലേ? അങ്ങനെ എല്ലാ കഴിവുമുള്ള അള്ളാഹുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പം എനിക്കൊരു ചെറിയ പ്രയാസം ഉണ്ടായി, ആ പ്രയാസം ആരറിഞ്ഞിട്ടുണ്ട്? എൻ്റെ റബ്ബ് അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ റബ്ബിൻ്റെ സമ്മതത്തോടു കൂടിയാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ബാധിക്കുന്ന സകല നന്മകളും തിന്മകളും, സകല പ്രയാസങ്ങളും എളുപ്പങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളും ഇതെല്ലാം അള്ളാഹുവിൻ്റെ അറിവോടുകൂടി സമ്മതിക്കുന്നതാണ്. അപ്പം എൻ്റെ റബ്ബ് അറിഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ്? ആ റബ്ബിനോടാണ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, ആ റബ്ബിലേക്കാണ് ഞാൻ എൻ്റെ തവക്കുൽ ചെയ്തിട്ടുള്ളത് അല്ലേ? അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ കുറേ ആലോചിച്ച് ടെൻഷനാകണ്ട. കാരണം ഞാൻ എൻ്റെ റബ്ബിൽ തവക്കുൽ ചെയ്തിട്ടുണ്ട്, എൻ്റെ റബ്ബ് അത് അറിഞ്ഞിട്ടുണ്ട്, എൻ്റെ റബ്ബ് ആ അവസ്ഥയെ മാറ്റാൻ കഴിവുള്ളവനാണ് എന്ന തരത്തിലുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള യഖീനായ ഒരു വിശ്വാസം, ആ ഒരു ബോധം അതൊരാൾക്ക് ഉണ്ട് എങ്കിൽ അത് ജീവിതത്തിൽ വലിയ സമാധാനമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലൂടെ നമ്മളിപ്പോൾ ഖുർആൻ നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പം ഇപ്പോൾ സൂറത്തു ശുഅറായിൽ എന്താണ് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറയുന്നത്? ഒരുപക്ഷെ ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ വന്ന പ്രവാചകൻ്റെ പേര് അത് മൂസാ അലൈഹിസ്സലാമിൻ്റെ പേരാണ്. മഹാനായ മുഹമ്മദ് നബിയുടെ പേരിനേക്കാളൊക്കെ എത്രയോ തവണ ആവർത്തിച്ചു വന്ന പദം മൂസാ അലൈഹിസ്സലാമിൻ്റെ പദമാണ്. നമുക്ക് എപ്പോഴും നോക്കിയാൽ കാണാം, മക്കാ മുശ്രിക്കുകളോട് എന്തെങ്കിലും കൽപ്പന പറഞ്ഞിട്ട് അവരെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ വീണ്ടും പടച്ചം മടങ്ങുക മൂസായുടെ ചരിത്രത്തിലേക്കായിരിക്കും, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുക. അത്ര തവണ ആവർത്തിച്ച് പറഞ്ഞ ചരിത്രമാണ് മൂസാ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം. ഖുർആനിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത സൂറത്തുകളിൽ വ്യത്യസ്ത സംഭവങ്ങളായിക്കൊണ്ട് അല്ലേ, ഒരു തുടർച്ചയായിട്ടല്ല പറയണേ, ഓരോ സ്ഥലത്തും ഓരോ സംഭവങ്ങളായിട്ട് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ സൂറത്തു ഷുറായിൽ കാണാം, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അനുയായികൾ ആ ചെങ്കടലിൻ്റെ മുമ്പിൽ വെച്ച് പിടിക്കപ്പെടുകയാണ്. ബാക്കിൽ ഫിറഔനിൻ്റെ സൈന്യവും മുമ്പിൽ ചെങ്കടലുമായി ലോക്ക് ചെയ്യപ്പെടുമ്പോൾ ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ, മൂസ നമ്മൾ പിടിക്കപ്പെട്ടു കേട്ടോ എന്ന് പിടിക്കപ്പെട്ടു എന്ന് മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് പറയണം. ആലോചിച്ച് നോക്കി, ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും വെച്ച് പരിശോധിച്ചാലും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള യാതൊരു സാധ്യതയില്ല. കാരണം മുമ്പിൽ കടലിനും ചെകുത്താനും നമ്മൾ ഇടയിൽ എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട് സാധാരണ ഭാഷയിൽ, എല്ലാ ഭാഷയിലും ഉണ്ട്. അതെന്താണ്? അത് മുമ്പിൽ ചെങ്കടലാണ്, ബാക്കിൽ ഫിർഔനും അവൻ്റെ പരിവാരങ്ങളുമാണ്. അതിൻ്റെ ഇടയിൽ ലോക്കായി കിടക്കണം മൂസാ അലൈഹി ഇസ്ലാമും അനുയായികളും. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികൾ പറയുന്നൊരു വാക്കാണത്, ഇന്നാ ലമുദ്റകൂൻ, നിശ്ചയമായും നമ്മൾ പിടിക്കപ്പെട്ടു മൂസ എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ സാഹചര്യം അവിടെ അതേ സാഹചര്യത്തിൽ നിൽക്കുന്ന മൂസാ നബി അലൈഹി സ്വലാം അവർക്ക് കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്, കല്ലാ അങ്ങനെയല്ല, ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിക്കുമെന്നാണ്. ഒരേ സാഹചര്യത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. പക്ഷേ അവിടെ അനുയായികൾ പറഞ്ഞ ഒരു വാക്കും മൂസാ അലൈഹി സ്വലാമിൻ്റെ മറുപടിയും രണ്ടും നമ്മൾ ഒന്ന് ആലോചിച്ചാൽ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കും. എന്താണ് വ്യത്യാസം? അതിൽ വലിയൊരു വ്യത്യാസമുണ്ട്. മൂസാ അലൈഹി സ്വലാമിന് നല്ല ധൈര്യമുണ്ട്. അവിടെ മൂസാ അലൈഹി സ്വലാമിന് എന്തുണ്ട്? നല്ല ആത്മവിശ്വാസമുണ്ട്. എന്ത്? എൻ്റെ റബ്ബ് എല്ലാം അറിയുന്നുണ്ട്, നോക്കിക്കാണുന്നുണ്ട്, ഇതെല്ലാം അറിയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിക്കും, നിങ്ങൾ പറയുന്ന പോലെ പിടിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. പിന്നെ അവിടെ സംഭവിച്ചത് എന്താ? നമുക്ക് തുടർന്നുള്ള ആയത്തുകളിൽ കാണാൻ പറ്റും. എന്താണ്? ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനും ചെങ്കടലിൻ്റെ മുകളിലൂടെ മൂസാ നബിയെയും അനുയായികളെയും അള്ളാഹ്ക്ക് വേണമെങ്കിൽ ആകാശത്തിലൂടെ പറത്തിക്കൊണ്ടുപോകാൻ പറ്റും. കാരണം എന്താ? കാരണം അവർക്ക് മന്നായും സെൽവായും ആകാശലോകത്ത് നിന്ന് അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സാക്ഷ്യം വഹിച്ച ആളുകളാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ജനത. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒന്നും ചെയ്യാതെ മരുഭൂമിയിൽ ഇങ്ങനെ നിൽക്കുക. സമയമാകുമ്പോൾ ആകാശത്തുനിന്ന് നല്ല മഞ്ഞയും സെൽവി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല, നല്ല മന്തിയും ബ്രോസ്റ്റൊക്കെ അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചോളി.
നമുക്ക് നല്ല തിന്നാൻ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ സമയാസമയമാകുമ്പോൾ ആകാശത്ത് നിന്ന് ഇങ്ങനെ പടച്ചോൻ ഇറക്കി കൊടുക്കുക. അതനുഭവിച്ച ആളുകളാണ് മൂസ അലൈഹിസ്സലാമിൻ്റെ ജനത. ആ ജനതയോടാണ് മൂസ അലൈഹിസ്സലാം പറയുന്നത്, നമ്മൾ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പം ഇല്ല, പിടിക്കപ്പെട്ടിട്ടില്ല. ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉള്ള രക്ഷാഗ്രന്ഥമായിട്ട് മാർഗദർശനം ഹിദായത്തായിട്ട് അള്ളാഹു അവതരിപ്പിച്ച ഈ വിശുദ്ധ ഖുർആൻ, അത് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് കിട്ടേണ്ട വലിയൊരു എനർജി ഉണ്ട്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസവും അവനെ തവക്കുൽ ചെയ്ത ആളുകളെയും അള്ളാഹു രക്ഷപ്പെടുത്തും. അല്ലെ, ഭൗതികമായ ഏത് മാനദണ്ഡങ്ങൾ പരിശോധിച്ചാലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്നാണ് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ജനതയെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നത്. അത് ആകാശത്തേക്ക് പറത്തിക്കൊണ്ടുപോകല്ല ചെയ്യുന്നത്. മൂസാ നബിയോട് ആ ചെങ്കടൽ തൻ്റെ വടി കൊണ്ട് അടിക്കാൻ പറയുകയാണ് ചെയ്തത്. നിന്റെ വടി കൊണ്ട് ആ ചെങ്കടലിൽ അടിക്കാൻ പറയും. ആ സമുദ്രം 2 തട്ടുകളായി മാറി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലൂടെ അവർ നടന്നു പോവുകയാണ്. ഇത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ മുഅ്ജിസത്താണ്. അല്ലേ, ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട്. ഓരോ കാലങ്ങളിൽ ഇറങ്ങിയ അമ്പിയാക്കന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സമൂഹത്തിലെ ഒരാൾ വന്നിട്ട് രാവിലെ ഞാൻ അള്ളാഹുവിൻ്റെ വഹിയുള്ള റസൂലാണ്, നബിയാണ് എന്ന് പറയുമ്പോൾ ആ ജനങ്ങളത് വിശ്വസിക്കണ്ടേ സഹോദരങ്ങളെ? അത് വിശ്വസിക്കണമെങ്കിൽ അവരെ വിശ്വസിപ്പിക്കാൻ ചില അത്ഭുതങ്ങൾ ഓരോ കാലത്തും പ്രവാചകന്മാർ കാണിച്ചിട്ടുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ മുഅ്ജിസത്ത് എന്താണ്? അത് ആ വടിയാണ്. ആ വടിയിട്ടപ്പോൾ അത് പാമ്പായി. അല്ലേ, ആ പാമ്പ് എന്താണ്? ആ സാഹിര്യങ്ങളിട്ട വടിയിട്ട് പാമ്പാക്കിയപ്പോൾ ആ പാമ്പുകളെ മുഴുവൻ ആ മൂസാ നബിയുടെ വടിയിൽ നിന്നുണ്ടായ പാമ്പ് വിഴുങ്ങിക്കളഞ്ഞു എന്നാണ്. അത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മുഅ്ജിസത്താണ് ആ വടി. ഇന്നിപ്പോൾ നമുക്കങ്ങനെ ആലോചിച്ചപ്പോൾ എന്താ, ഒരാളൊരു നബി ഒരു വടി ഇടുക, എന്നിട്ട് പാമ്പാക്കുക, അത് ഇന്ന് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ ആ കാലത്ത് അവരത് വിശ്വസിച്ചു. കാരണം എന്താണ്? അന്ന് അത്ഭുതങ്ങൾ കാണിക്കുക എന്നുള്ളത് അത് വലിയ ഹരമുള്ളൊരു കാലഘട്ടത്തിലാണ് മൂസ അലൈഹി സ്വലാം വന്നത്. അതുകൊണ്ടാണ് ആദ്യം ആ വടിയിട്ട് പാമ്പാക്കിയ സന്ദർഭത്തിൽ ആദ്യം അതിൽ വിശ്വസിച്ചത് ആരാണ്? ഫിർഔൻ ഈ മത്സരത്തിന് വേണ്ടി കൊണ്ടുവന്ന ഫിർഔനിൻ്റെ ആളുകളായ സാഹിര്യങ്ങളാണ് ആദ്യമായിട്ട് മുസ്ലിമാണ്. കാരണം അവരുടെ പാമ്പിനെയൊക്കെ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പാമ്പ് വിഴുങ്ങിക്കളഞ്ഞപ്പം അവർ മൂസാൻ്റെയും ഹാറൂൻ്റെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. ഫിർഔൻ ഭീഷണിപ്പെടുത്തി, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി, ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അവർ പിന്മാറില്ല. കാരണം അവർക്ക് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അത് ഹക്കാണ്, മുഅ്ജിസത്താണ്. മൂസ അള്ളാഹുവിൽ നിന്ന് വഹിയുള്ള റസൂലാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച്, ഈസാ അലൈഹിസ്സലാം വന്നു. എന്താണ് മുഅ്ജിസത്ത്? കുഷ്ഠരോഗിയെയും പാണ്ഡുരോഗിയെയും സുഖപ്പെടുത്തി. കുഷ്ഠം ചികിത്സിച്ചു, പാണ്ഡുരോഗം സുഖപ്പെടുത്തി, അന്ധന് കാഴ്ച ശക്തി നൽകി, മരിച്ച ആളെ ജീവിപ്പിച്ചു. അത്ഭുതങ്ങൾ കാണിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വഹിയുള്ള പ്രവാചകനാണ് എന്ന് ആ ജനങ്ങളെ ഈസാ അലൈഹിസ്സലാം ബോധ്യപ്പെടുത്തി. ഒരാൾക്കും സാധിക്കാത്ത കാര്യമാണ്. അന്ന് ജനങ്ങൾ കുഷ്ഠം ബാധിച്ച് ആളുകളൊക്കെ തൊട്ടാ കുഷ്ഠം പകരുമെന്നതുകൊണ്ട് ഈ കുഷ്ഠം ബാധിച്ച ആളുകളൊക്കെ വലിയ കിടങ്ങുകൾ കുത്തിയിട്ട് ആ കിടങ്ങുകളിൽ പാർപ്പിച്ചിട്ട് ഭക്ഷണവും വസ്ത്രമൊക്കെ എറിഞ്ഞു കൊടുക്കുന്നു. ആ കിടങ്ങുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് ഈസാ അലൈഹിസ്സലാം എന്ത് ചെയ്തത്? അവരെ സുഖപ്പെടുത്തിയത്. അവരെ മുഴുവൻ ചികിത്സിച്ച് സുഖപ്പെടുത്തി. കാരണം ചികിത്സയില്ലാത്ത ഒരു രോഗത്തെ കഷ്ടപ്പെടുന്ന ആളുകളെ ചികിത്സിച്ചപ്പം ആളുകൾക്ക് അതൊരു പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. അല്ലേ, കാഴ്ചയില്ലാത്ത ആളുകൾക്ക് മുഅ്ജിസത്തിലൂടെ കാഴ്ച നൽകി. ഞാനൊരു പ്രവാചകനാണ് എന്നവരെ ബോധ്യപ്പെടുത്തി. എന്തിനേറെ സഹോദരങ്ങളെ, ഇന്ന് പോലും മനുഷ്യന് സാധ്യമല്ലാത്ത കാര്യമാണ് മരിച്ച ആളെ ജീവിപ്പിക്കുന്നത്. അതുപോലും ഈസാ അലൈഹിസ്സലാം അവർക്ക് കാണിച്ചു കൊടുത്തത് എന്തിനാണ്? ഞാൻ അള്ളാഹുവിൻ്റെ വഹിയുള്ള പ്രവാചകനാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും കൂടുതൽ കാലഘട്ടം പ്രവാചകനായതാരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. 1400 വർഷമായിട്ട് ഇന്നും ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്കുള്ള പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു റസൂലാണ്, ഒരു നബിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹു ഇറക്കിയ മുഅ്ജിസത്ത്, ഒട്ടേറെ 100ൽ പരം മുഅ്ജിസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് സംഭവിച്ചിട്ടുണ്ട്. അല്ലേ, എന്നാൽ നിങ്ങളാലോചിച്ച് നോക്കി, ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് ബാക്കി വെച്ച അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഅ്ജിസത്താണ് ഈ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ.
ഹുദല്ലിൽ മുത്തഖീൻ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്. അല്ലേ, ദാലിക്കാന്ന് നമ്മൾ പറയും. ചില ആൾക്കാർ പരിഹസിച്ചുകൊണ്ട് ചോദിക്കലുണ്ട്, ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ അതാകുന്നു ഗ്രന്ഥം എന്നല്ലേ. അല്ലേ, ദാലിക്ക എന്ന് പറഞ്ഞാൽ അറബി അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അത് എന്ന് പറയാം, ആദാ എന്നുള്ളതാണ് ഇത് എന്ന് പറഞ്ഞാൽ. ദാലിക്ക അത് എന്നാണ് കുട്ടികളൊക്കെ പഠിപ്പിച്ചത്. പക്ഷെ അർത്ഥം പറയുമ്പം ഇതാകുന്നു ഗ്രന്ഥം എന്നാണ് പറയല്. ഇതാകുന്നു ഗ്രന്ഥം, അതാകുന്നു ഗ്രന്ഥം എന്നല്ല. അത് നിങ്ങൾ അത് മാത്രം അത് എന്ന് പറയാത്തത്. ഇവിടെ എന്താ ഇത് എന്ന് പറയണത്? ദാലിക്ക ആദാ കിതാബ് എന്നല്ല പറഞ്ഞത്, ദാലിക്കൽ കിതാബ് എന്നാണ്. അത് ബഹുമാനപൂർവം ഏതൊരു വസ്തുവേയും ഏതൊരു കാര്യത്തെയും ബഹുമാനിച്ചുകൊണ്ട് പറയുമ്പം അത് എന്നാ പറയാം. ഇപ്പോൾ സ്റ്റേജിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക? അദ്ദേഹം എന്നാ പറയാം. അദ്ദേഹത്തിന് വലിയ തിരക്കുണ്ട് എന്നാ പറയാം. അല്ല, ഇദ്ദേഹത്തിന് തിരക്കുണ്ടെന്ന് ആരും പറയില്ല. അതുകൊണ്ടാണ് അത് ബഹുമാനമുള്ള സാധനത്തെ നമ്മൾ അതാക്കിയിട്ടാണ് പറയാ. അതുകൊണ്ടാണ് ദാലിക്കൽ കിതാബ്, അതാകുന്നു ഗ്രന്ഥം, ലാ റൈബ ഫീഹി, അതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ചോക്കി, അതിൻ്റെ ആശയത്തിൽ സംശയമില്ല, അല്ലേ? അതിൻ്റെ ഗ്രാമറിൽ സംശയമില്ല, അതിൻ്റെ പ്രായോഗികതയിൽ സംശയമില്ല. ഖുർആൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം അത് പ്രായോഗികമല്ല, അത് ഇന്നത്തെ കാലത്ത് തെറ്റാണ് എന്ന് പറയാൻ ഒരാശയവും, അങ്ങനത്തെ ഒരാശയവും ഖുർആൻ പറഞ്ഞിട്ടില്ല. ഖുർആൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് ലോകാവസാനം വരെ കാലിക പ്രസക്തമായ കാര്യങ്ങളാണ്. നിങ്ങൾ ഏത് വിശുദ്ധ ഖുർആനിൻ്റെ ഹലാല് പറഞ്ഞ കാര്യങ്ങൾ, ഹറാമാക്കിയ കാര്യങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ ഏത് നിയമങ്ങളും അത് കാലഹരണപ്പെട്ടതാണ്. അതൊന്നും ഇന്ന് ഈ നാട്ടിൽ പ്രായോഗികമല്ല എന്ന് പറയേണ്ട ഒരു കാര്യം വിശുദ്ധ ഖുർആനിലില്ല. അതുകൊണ്ട് അതിൻ്റെ ഭാഷയിലില്ല, അതിൻ്റെ ഗ്രാമറിലില്ല, അതിൻ്റെ ആശയത്തിലില്ല, അതിൻ്റെ പ്രായോഗികതയിലില്ല. അതിലൊന്നും സംശയമില്ലാത്ത ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഹുദല്ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്കുള്ള ഹുദയാണ്, മാർഗദർശനമാണ്, ഗൈഡൻസ് ആണ്. അപ്പോൾ ആർക്കാണ് സഹോദരങ്ങളെ ഈ ഖുർആൻ മാർഗദർശനം നൽകുന്നത്? മുത്തഖീങ്ങൾക്കാണ്. ഇതനുസരിച്ച് ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ. എന്താ മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ? തെക്കുവയുള്ളവർ. തെക്കുവ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയും. നമ്മൾ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കുന്ന ആളുകൾ, അല്ലേ? ഒരു ഗ്ലാസ് നമ്മളെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പൊട്ടിച്ചാടിയാൽ, അല്ലേ, നമ്മളിപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് നല്ലൊരു കുപ്പി ഗ്ലാസ് നമ്മളെ കയ്യിൽ നിന്ന് പൊട്ടി നിലത്തേക്കാണ് വീണു വിചാരിച്ചാൽ, നമ്മളെ കാലിൻ്റെ ചോട്ടിലൊക്കെ ചെറിയ ചെറിയ ചീളിങ്ങനെ കിടക്കുകയാണ്. നമുക്ക് അവിടുന്ന് എണീക്കണമെങ്കിൽ തന്നെ എന്ത് വേണം? നമ്മൾ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് എന്ത് ചെയ്യും? അത് അവിടുന്ന് അടിച്ചേരിയിട്ട് നമ്മൾ കാലിനെ നിലത്തേക്ക് വെക്കുള്ളൂ. കാരണം എന്താ? നമുക്ക് പ്രമേഹമുണ്ട്, ചവിട്ടിയാൽ മുറിയാവും, ചിലപ്പോൾ മുറി ഉണങ്ങൂല. അപ്പോൾ അതുകൊണ്ട് അത്രയും ടെൻഷൻഡായിട്ട് അത് വാരിയിട്ടേ നമ്മളോടൊന്ന് കാല് നിലത്തേക്ക് വെക്കുള്ളൂ. ഇനി അതല്ല, ഞങ്ങളുടെ ആരും ഇല്ല വിചാരിച്ചോളൂ, പെണ്ണുങ്ങളൊക്കെ പെരീക്ക് പോയി നമ്മൾ ഒറ്റക്കുള്ളൂ വിചാരിച്ചോളൂ. നമ്മളെങ്ങനെയാണ് ആ കസേരയിൽ നിന്ന് നീക്കുക? ആ കസേരൻ്റെ ചോട്ടിൽ കാല് വെക്കുന്നിടത്തൊക്കെ കുപ്പിച്ചില്ലിങ്ങനെ കിടക്കുമ്പം ആ കസേരയിൽ നിന്ന് നമ്മൾ എത്ര സൂക്ഷ്മതയോടെയാണ് നമ്മൾ എണീക്കുക. അതാണ് തഖ്വ. അതാണ് തഖ്വ. ഒരു കാര്യം സംസാരിക്കുമ്പോൾ, ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതെൻ്റെ റബ്ബിന് ഇഷ്ടപ്പെടുമോ? ഇത് അല്ലാഹു ഹലാലാക്കിയതാണോ? ഇത് അല്ലാഹു ഹറാമാക്കിയതാണോ? എൻ്റെ റബ്ബിന് പൊരുത്തമില്ലാത്തതാണോ എന്ന സൂക്ഷ്മത ഓരോ സെക്കൻഡും, ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡും പുലർത്തിപ്പോരുന്ന വ്യക്തി ജീവിതത്തിൽ എത്ര സൂക്ഷ്മതയുണ്ടോ അതിനാണ് തഖ്വ എന്ന് പറയാം. ഹറാമ് സംഭവിക്കുമോ? എൻ്റെ റബ്ബിന് ഇഷ്ടപ്പെടൂലേ? അള്ളാൻ്റെ റസൂല് വിരോധിച്ചതാണോ? അള്ളാൻ്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത കാര്യമാണോ ഞാൻ ചെയ്യുന്നത് എന്ന് ഓരോ സെക്കൻഡും ഒരു കാര്യം പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ആ സൂക്ഷ്മതയോടെ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആ നിലപാടിനാണ് തഖ്വ എന്ന് പറയാം. അങ്ങനെ ജീവിതത്തിൽ തഖ്വ കൈകൊള്ളുന്ന ആളുകൾക്കുള്ള മാർഗദർശനമാണെന്ത്? ഈ ഖുർആൻ എന്നുള്ളത്. ഹുദൻ ലിൽ മുത്തഖീൻ, ഹുദൻ ലിൽ മുത്തഖീൻ. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ജീവിതത്തിൻ്റെ 23 വർഷത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും അവതരിച്ച ആ ഗ്രന്ഥം ഇന്നും വള്ളി പുള്ളി മാറ്റമില്ലാതെ നമ്മുടെ മുമ്പിൽ ജീവസുറ്റതായി നിലനിൽക്കുകയാണ്. പക്ഷെ നമ്മൾ അതിനെങ്ങനെയാണ് സമീപിക്കുന്നത് എന്നാണ്. നമ്മളത് കേവലം ബറക്കത്തെടുക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലേ? ഖുർആൻ ഓതുന്ന ആളുകൾ പോലും അതിൽ നിന്ന് ഒരു തബറുക്കിനപ്പുറം, അത് ഓതുമ്പോൾ അതിന് കൂലി കിട്ടണം എന്നതിനപ്പുറം, അത് ഓതുമ്പോൾ കൂലി കിട്ടണം എന്നതിനപ്പുറം ഖുർആനെ കാണുന്നില്ല. സഹോദരങ്ങളെ, അങ്ങനെ ബറക്കത്തെടുക്കാൻ വേണ്ടി മാത്രം അവതരിപ്പിച്ചതല്ല വിശുദ്ധ ഖുർആൻ. അത് വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ പ്രമാണമാണ്. നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടത്, നമ്മൾ എന്ത് നിലപാടാണ് ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത് എന്നതിനാണ് ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള മാർഗദർശനമായിട്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഖുർആനിനോടുള്ള നമ്മുടെ സമീപനം എന്താണെന്നാണ്.
അല്ലേ? എന്താണ്? അള്ളാഹുവിനെ ഓർക്കുന്നതിൽ, അള്ളാഹുവിനെ പറ്റി നമ്മൾ ഓർക്കുന്നത് ഖുർആൻ പാരായണം, അല്ലെ? ഖുർആൻ പാരായണത്തിലൂടെ അള്ളാഹുവിൻ്റെ കലാമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓതുന്നത്. നമ്മൾ റബ്ബിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എങ്കിൽ ആ റബ്ബിൻ്റെ വചനങ്ങൾ കേൾക്കാൻ നമുക്ക് എത്ര ഇഷ്ടമുണ്ടാവും. പക്ഷേ അത് മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കി. ആ ഖുർആൻ നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മളങ്ങനെ ഓതിയിട്ട് ഒരു ഖത്തം തീർക്കണം, അല്ലെങ്കിൽ 4 പേജ് ഓതണം എന്നതിനപ്പുറം അതിൻ്റെ ആശയങ്ങളിലേക്ക് നമ്മൾ വരുന്നില്ല എന്നുള്ളതാണ്. ഓരോ ആയത്തും കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഖുർആനിനോട് നീതി പുലർത്തുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് ആ ഖുർആനിനെ അങ്ങനെ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ, അല്ലേ? ഈ ആരാധനകളെല്ലാം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കൃത്യമായിട്ട് ആ ഉലൂഹിയത്ത് അവരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു, അല്ലേ? റബ്ബ് അള്ളാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആൻ്റെ ഒട്ടേറെ ആയത്തുകളിൽ ആകാശഭൂമികൾ സൃഷ്ടിച്ചത് ആരാണ്, ഭൂമി സൃഷ്ടിച്ചത് ആരാണ്, മരിപ്പിക്കുന്നത് ആരാണ്, അല്ലേ? ഒരു കപ്പലിൽ അകപ്പെട്ടാൽ, ഒരു കാറ്റിൽ സമുദ്രത്തിൽ ആ കപ്പലിൽ അകപ്പെട്ടാൽ ആരാണ് നിങ്ങളെ രക്ഷിക്കുകയും ചോദിച്ചപ്പം അവർ പറഞ്ഞത് അള്ളാഹുവാണെന്നാണ്. അള്ളാഹുവാണ്. അപ്പോൾ ഏത് അസന്നിഗ്ധ ഘട്ടങ്ങളിലും അവരെ രക്ഷിക്കാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ് എന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ എന്താണ് പ്രശ്നം? ആരാധനയുടെ വിഷയം വരുമ്പോൾ അവർ അല്ലാത്ത ആളുകളിലേക്ക് എന്ത് ചെയ്യുന്നു? അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ഇല്ലാലി യുഖർരിബുന, അത് നമ്മൾ പറയുന്നതല്ല, വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിൽ പറയാണ്, അല്ലേ? വിശുദ്ധ ഖുർആൻ ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തരാണ് അവരുടെ വാദങ്ങൾ എന്താണ്? ഇല്ലാലി യുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവരോട് പ്രാർത്ഥിക്കുന്നത്, ഇവരെ ആരാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല? ആരെയും ആരാധിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം. വിശുദ്ധ ഖുർആനിൻ്റെ മുഴുവൻ ചരിത്രങ്ങളും സംഭവങ്ങളും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഗുഹാവാസികളുടെ ചരിത്രം, അല്ലേ? ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു ഗുഹയിൽ അകപ്പെടുകയാണ്. എന്താണ്? അവരെന്തിനാണ് ആ ഗുഹയിൽ അഭയം തേടിയത്? അവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവരെ ഷിർക്ക് ചെയ്യാൻ ഭരണാധികാരി നിർബന്ധിച്ചപ്പം അവരെന്ത് ചെയ്തു? അവരാ നാട് വിട്ടുപോയി ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. 309 വർഷം അവരതിൽ ഉറങ്ങിയെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ ഉറങ്ങിയ ആ ഗുഹയിൽ അഭയം പ്രാപിച്ച ഏതാനും യുവാക്കളെ അള്ളാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നാണ്. ആ ഉറക്കുന്നവരെണീറ്റ ചരിത്രമാണ് സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തിനാണ് ഇതെല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്? എന്തിനാണ്? ആ അള്ളാഹുവിൽ അഭയം പ്രാപിച്ച ആളുകളെ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തും, അള്ളാഹു കൈവിടുകയില്ല എന്ന വലിയ മെസ്സേജാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത്. അതേപോലെ ഖുർആനിൻ്റെ ഏത് ചരിത്രം, ഏത് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചാലും ആ അള്ളാഹുവിൽ അഭയം പ്രാപിച്ച, അള്ളാഹുവിൽ നല്ല ഉറപ്പോടുകൂടി യഖീനായ വിശ്വാസമുള്ള, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്ന ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തിയ, അള്ളാഹു സഹായിച്ച ചരിത്രമാണ് നമുക്ക് അള്ളാഹു ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ഖുർആനിലൂടെ തരുന്നത്. അപ്പോൾ ഇത് പാരായണം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം അള്ളാഹുവുമായിട്ടുള്ള ബന്ധമുണ്ട്, അതിനനുസരിച്ചാണ് സത്യത്തിൽ എന്ത് ചെയ്യുക? നമ്മുടെ ദീനും നമ്മുടെ എല്ലാ കാര്യങ്ങളും വിലയിരുത്തപ്പെടുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു കണക്ഷൻ അള്ളാഹുവുമായി ജീവിതത്തിൽ ഉണ്ടാക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിലെ എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ദിക്റാകട്ടെ, ദുആ, ഖുർആൻ, ഇതെല്ലാം എന്താണ്? ഇതൊക്കെ നിരന്തരമായി അള്ളാഹുവുമായിട്ടുള്ളൊരു ബന്ധമാണ്. ആ ബന്ധം ഇപ്പോൾ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ മഗ്‌രിബ് നമസ്കരിച്ചു, അല്ലേ? മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. ആ മഗ്‌രിബ് നമസ്കരിക്കുക എന്നത് എന്താണ്? അള്ളാഹുവുമായിട്ടുള്ള ഒരു സംഭാഷണമാണ്. കുറഞ്ഞ സമയത്ത് നമ്മൾ 3 ഫാത്തിഹ ഓതി. ആ ഫാത്തിഹയിലൂടെ നമ്മൾ അള്ളാഹുവുമായി സംസാരിച്ചു. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിച്ചു, അല്ലേ? അതിനുശേഷം നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നു. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അള്ളാഹുവുമായിട്ടുള്ള നിരന്തരമായ ബന്ധമാണ്. അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും നമ്മൾ ഇങ്ങനെ യാന്ത്രികമായി പോവുകയാണ്. നമ്മളൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഉച്ചയായ ബാങ്ക് കൊടുത്താൽ ചോറ് കഴിച്ചണം, അല്ലേ? അസ്രസ്കാരം കഴിഞ്ഞാൽ നമുക്കൊരു ചായ ഇട്ടണം, അതത്രേ ഉള്ളൂ. അതേമാതിരി നമുക്ക് നൂറുസ്കരിച്ചാൽ നമുക്ക് ചോറ് കഴിച്ചണം. അതിപ്പോൾ എത്ര നമ്മൾ എന്തൊക്കെ പ്രസംഗിച്ചിട്ടും കാര്യമില്ല, അത് കുറച്ച് ചോറ് തിന്നാലേ ശരിയാവുള്ളൂ.
അതേപോലെ നമുക്ക് ഈ ദീൻ എന്നുള്ളത് എന്താ പറയുക, നമ്മൾ ഈ ചെറുപ്പത്തിലേ ശീലിച്ചിട്ട് ചെറുപ്പത്തിൽ മദ്രസക്ക് പോയി അല്ലേ, അതങ്ങനെ അപ്പാനപ്പം പള്ളിയേക്ക് പോയി, അതങ്ങനെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതിൻ്റെ ആത്മാവ് എവിടെയോ ചോർന്നു പോയിട്ട് എല്ലാവരും ചെയ്യണോട് നമ്മളും ചെയ്യണു എന്നതിനപ്പുറം നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം എന്നുള്ളത് നമുക്ക് എന്തിട്ടില്ല, നമുക്ക് യക്കീനായി വരാത്തൊരു പ്രശ്നം നമ്മുടെ ഇബാദത്തുകളിലും കർമ്മങ്ങളിലൊക്കെ നിഴലിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ ആദ്യമായിട്ട് വേണ്ടത് ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ ഒരു അറിവാണ്. അത് ഖുർആനിലൂടെയും ഹദീസിലൂടെയും ഈ വഹിയാകുന്ന ആകാശലോകത്ത് നിന്ന് അള്ളാഹു താഴേക്ക് ഇറക്കിയ അള്ളാഹുവിൻ്റെ വഹി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആയിഷ റളിയല്ലാഹു അൻഹ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സന്ദർഭത്തിൽ കരയുന്നുണ്ട് അല്ലേ, കരയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ. ആ അവസാന സമയത്ത് പോലും എന്താണ്, ആയിഷ ബീവിയുടെ നമ്മുടെ ഉമ്മയുടെ മടിയിൽ കിടന്നിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്താകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. ആ എന്താണ് മിസ്വാക്ക് പോലും അത് സോഫ്റ്റ് ആക്കിയിട്ട് ആയിഷ ബീവി എന്ത് ചെയ്യുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ വെച്ച് പല്ല് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭർത്താവ് എന്ന നിലക്ക് ഒരു ഭർത്താവിൻ്റെ വിയോഗം കൊണ്ടല്ല ആയിഷ റളിയല്ലാഹു അൻഹ അന്ന് കരഞ്ഞത് അല്ലേ. എന്തിനാണ് ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞത് എന്ന് പിന്നീട് ആയിഷ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ സാധാരണ ഒരാൾ മനസ്സിലാക്കുക, ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ കരയല്ലോ, ആ ഒരു കരച്ചിലല്ല സത്യത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞത്. എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞത്? എന്തുകൊണ്ടാണ്? ആകാശലോകത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വഹി നിലച്ചു പോയല്ലോ എന്ന സങ്കടം കൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന്. ആകാശലോകത്ത് നിന്ന് വഹി വന്നിരുന്ന അള്ളാഹുവിൻ്റെ റസൂലിന് ആ വഹി ഇനി വരൂലല്ലോ എന്നാലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത്. കാരണം ആ വഹിയിന് അത്രയും പ്രാധാന്യമുണ്ട്. ആ വഹിയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഖുർആൻ. ആ വഹീന് പലപ്പോഴും സാക്ഷിയായതാണ് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ. ആലോചിക്കുക, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലദീ തുജാദിലുക ഫീ സൗജിഹാ എന്ന നമ്മൾ ഓതുന്ന ഖദ് സമിഅ അല്ലേ, ഖദ് സമിഅ ജുസ്ഇന്റെ ആ സൂറത്താണ് ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലദീ തുജാദിലുക ഫീ സൗജിഹാ എന്ന സൂറത്ത്. ആ സൂറത്തിൻ്റെ തുടക്കത്തിൽ എന്താണ്, ഖൗല എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്താണ് അവരെ ഡൈവോഴ്സ് ആക്കിയതുമായി ബന്ധപ്പെട്ട് ലിഹാർ ചെയ്യാന്ന് പറയും, അന്നുണ്ടായിരുന്നൊരു സമ്പ്രദായമാണ്. അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ നടപടി ശരിയാണോ അല്ലേ എന്ന് അന്വേഷിക്കാൻ വേണ്ടി നബിൻ്റെ അടുത്ത് വന്നിട്ട് നബിയോട് തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്, നബിയോട് ഇങ്ങനെ തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു കർട്ടൻ്റെ പിറകിൽ ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഈ തർക്കം കേൾക്കുന്നുണ്ട്, പക്ഷേ ആരാണ് വന്നത് എന്നോ എന്താണ് പറയുന്നത് എന്നോ വ്യക്തമല്ല. കാരണം കുറച്ച് ബാക്കിലാണ്. ഒരു സ്ത്രീ അവിടെ വന്നിട്ടുണ്ട്, അത് നബിനോട് തർക്കിക്കാണ്, ഒച്ച ഇങ്ങനെ കൂടും കുറയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തർക്കാണ് നടത്തുന്നത്, എന്തോ തർക്കിക്കാണ് എന്ന് മാത്രമാണ് ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സിലായത്. ആരാണെന്നോ എന്താണെന്നോ മനസ്സിലായിട്ടില്ല. ഒരു സ്ത്രീ വന്ന് തർക്കിക്കണമെന്ന് മാത്രം മനസ്സിലായത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കുറച്ച് കഴിഞ്ഞപ്പം ആകാശലോകത്ത് നിന്ന് വഹി ഇറങ്ങാണ്. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹാ. എന്താണ്, തൻ്റെ ഭർത്താവിൻ്റെ വിഷയത്തിൽ താങ്കളോട് തർക്കിക്കുന്ന ആ സ്ത്രീയുടെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന്. ആര് കേട്ടിരിക്കുന്നു എന്ന്? കർട്ടൻ്റെ പിറകിൽ നിന്ന് ആയിഷ ബീവി വ്യക്തമായി കേൾക്കാത്ത കാര്യം ഏഴാകാശത്തിൻ്റെ മുകളിൽ നിന്ന് അള്ളാഹു കേട്ട് വഹിയിറക്കിയത്. അപ്പം എത്ര അത്ഭുതമുണ്ട്, എത്ര അത്ഭുതമായിരിക്കും ആയിഷ ബീവിക്ക് സംഭവിച്ചത്. നമ്മളിവിടെ നിന്നിട്ട് അവിടെ നടക്കുന്ന കാര്യം നമ്മൾ ക്ലിയറായിട്ട് കേൾക്കണില്ല, പക്ഷേ ആ കാര്യം ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് അള്ളാഹു കേട്ടിട്ട് അപ്പം തന്നെ സൂറത്തിറക്കി എന്ന് പറയുമ്പം അതാണ് വഹി എന്ന് പറഞ്ഞാൽ. അതാണ് വഹി. ആ വഹി ആസ്വദിച്ചവരും അനുഭവിച്ചവരുമാണ് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് ആ വഹി നിലച്ചപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞത്. ഞാൻ ഈ വഹിയിൻ്റെ പ്രത്യേകത പറഞ്ഞു. ആ വഹി നിലച്ചത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയപ്പം ആ വഹി കൂടി നിന്നല്ലോ എന്ന സങ്കടം കൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞത് അല്ലേ. അവിടെ ആ സമയത്ത് മറ്റൊരാളും കൂടി കരയുണ്ട്. ആരാണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബിനെ കാണാൻ വേണ്ടി വരാൻ. നബി കുറച്ച് ദിവസമായി അസുഖമായി കിടപ്പിലാണ്. അങ്ങനെ മകൾ വരുന്ന സന്ദർഭത്തിൽ മകളുടെ ചെവിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുന്നുണ്ട് അല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും എന്തോ പറഞ്ഞു. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചു എന്ന്. അങ്ങനെ പിന്നീട് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം എന്തോ പറഞ്ഞപ്പോൾ നിങ്ങൾ കരഞ്ഞല്ലോ അല്ലേ, പിന്നെന്തോ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിരിച്ചല്ലോ, എന്ത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ കരഞ്ഞത് എന്ന് ചോദിച്ചപ്പം ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ കരഞ്ഞത് എന്ത് പറഞ്ഞപ്പോഴാണ്? ഞാൻ
ഞാൻ അള്ളാഹുവിലേക്ക് യാത്രയാകാൻ പോവുകയാണ്, ഞാൻ മരിക്കാൻ, എൻ്റെ ഉപ്പ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കരഞ്ഞത് എന്നാണ്. പിന്നെ എന്ത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ചിരിച്ചത് എന്നാണ് ചോദിക്കുന്നത്? അതോ നബി കുടുംബത്തിൽ നിന്ന് മകളെ, നബി കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നിലേക്ക് വന്ന് ചേരുക നീയായിരിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിരിച്ചതെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നബി മരിച്ചിട്ട് ആദ്യം മരിക്കാരായിരിക്കും? ഫാത്തിമ റളിയല്ലാഹു അൻഹ ആയിരിക്കും എന്ന് നബി ഫാത്തിമയുടെ ചുവട്ടിൽ പറഞ്ഞപ്പോഴാണ് ആര് ചിരിച്ചത്? സഹോദരങ്ങളെ, നമുക്കങ്ങനെ ചിരിക്കാൻ പറ്റുമോ? വേങ്ങര ഊരകം കുന്നത്തുനിന്ന് ആദ്യം പടച്ചോൻ്റെ അടുത്തേക്ക് നിങ്ങളാണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിരി വരുമോ? നിങ്ങൾക്ക് ചിരി വരുമോ? നമ്മളാണ് ഈ പഞ്ചായത്തിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് മരിക്കുക എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ആ വാക്ക് കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള വിശാലത നമുക്കുണ്ടോ? അപ്പൊ നമുക്ക് ചിരി വരുമോ അതോ ദുഃഖം വരുമോ? നമ്മൾ കരയോ? സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് ചിരിക്കാൻ സാധിച്ചത്? ഈ മരണത്തിന് ശേഷമാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളുകയും അത് വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതീക്ഷ തന്നെയാണ്. എന്നായാലും ഇവിടെ നിന്ന് പോകേണ്ടി വരും ഒരു ദിവസം. ഇവിടെ എത്രയായാലും നമ്മൾ അധികകാലം ജീവിക്കാൻ പറ്റൂല. ഇവിടുന്ന് ഒരു ദിവസം നമ്മൾ യാത്രയായി പോകും. നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് മരണത്തിന് ശേഷമാണ് എന്ന് വിശ്വസിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മരണത്തെ കാണുന്നത് അങ്ങനെ ആയിരിക്കും, അല്ലേ? ഒരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് പോവുക. മരണത്തെപ്പറ്റി ഒരാൾ അദ്ദേഹത്തിൻ്റെ പിതാവിനെ പറ്റി പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കാണ്. മൂപ്പരെ വാപ്പ ഭയങ്കര ദഅ്വാ മേഖലയിൽ വളരെ സജീവമായ വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം വാപ്പ മകനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞറിയോ? വാപ്പ രോഗിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, നല്ല വലിയ വീടൊക്കെയാണ്. അപ്പോൾ വാപ്പ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞാൻ ഏകദേശം മരിക്കാനായി, അതുകൊണ്ട് എല്ലാവരും വരും, ഞാൻ മരിച്ചാലേ കുറേ ആൾക്കാരുണ്ട് പരിചയം ഒരക്കപ്പെട് വരും, അപ്പോൾ ഈ പെരയും കൂടിയൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചളാറ്, അല്ലേ? കല്യാണത്തിനൊക്കെയാണ് നമ്മൾ സാധാരണ പെയിൻ്റ് അടിക്കുക. മരിച്ചാനായി കിടക്കണ വാപ്പ പറയാണ്, ഞാൻ മരിച്ചാനായിക്കണേ, എല്ലാവരും മയ്യത്ത് സ്കരിച്ചാൽ എന്നൊക്കെ മയ്യത്ത് കാണാനൊക്കെ വരുമ്പം ഇതിങ്ങനെ മോശമായി നിൽക്കണ്ട, നല്ല പെയിൻ്റ് അടിച്ച് ഉസാറാക്കിക്കളാം. സഹോദരങ്ങൾ, അതൊരു നിലപാടാണ്, അതൊരു ആറ്റിറ്റ്യൂഡാണ്. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഈ ജീവിതം എന്തിനാണ്? ഈ ജീവിതത്തിന് ശേഷം ഒരു മരണമുണ്ട്. ആ മരണത്തോടുകൂടി തുടങ്ങുന്നതാണ് യഥാർത്ഥ ജീവിതം. അവിടെ മരണമില്ലാത്ത ഒരു ജീവിതമുണ്ട്, അവിടെ ക്യാൻസർ ഇല്ലാത്ത ഒരു ലോകമുണ്ട്, അവിടെ വേദനകളില്ല, അവിടെ സ്ട്രോക്കില്ല, അവിടെ അറ്റാക്കില്ല, അവിടെ യാതൊരു തരത്തിലുള്ള സങ്കടങ്ങളും ശാരീരികവും മാനസികവുമായ പിരിമുറുക്കങ്ങളില്ലാത്ത ഒരു ലോകം. അത് അവിടെ അറ്റമില്ല, അവിടെ മരണമില്ല എന്നാണ്. മരണമില്ലാത്തൊരു ലോകമാണ് മരണത്തിന് ശേഷമുള്ള ലോകം. അപ്പോൾ അവിടെ സമാധാനം കിട്ടണമെങ്കിൽ, അവിടെ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ അവിടെ നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ഒരു കാഴ്ചപ്പാട് വേണം. നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു വിഷയം അതാണ്, അല്ലേ? എന്തൊക്കെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടായാലും ദുഃഖങ്ങൾ ഉണ്ടായാലും നമ്മളിപ്പോൾ സങ്കടം ദുഃഖമൊക്കെ ആയിട്ട് കാണുന്ന എന്താണ്? എന്തെങ്കിലും കിട്ടി, എന്തെങ്കിലും കിട്ടാതെ പോയി, എന്തെങ്കിലും നഷ്ടപ്പെട്ടു, ജീവിതത്തിൽ എന്തെങ്കിലും വിഭവങ്ങൾ നഷ്ടപ്പെട്ടു എന്നതോ കിട്ടാതെ പോയി എന്നതോ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമെന്നത്, അല്ലേ? കുട്ടിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, ഓന് റാങ്ക് കിട്ടിയില്ല, ഓന് PSC ലിസ്റ്റിലുണ്ടായില്ല, അവിടുന്ന് വിസ ശരിയായില്ല, അല്ലേ? ഇതൊക്കെയാണ്, വീട് വെക്കാൻ പറ്റിയില്ല, ഇതൊക്കെയാണ് നമ്മളെ സങ്കടങ്ങൾ, നമ്മളെ ദുഃഖങ്ങൾ. എന്നാൽ ശരിയായ സങ്കടവും ശരിയായ ദുഃഖവും എന്താണ് സഹോദരങ്ങളെ? അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു, അല്ലേ? പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഈ ദുനിയാവിൻ്റെ വിഭവങ്ങൾ നഷ്ടപ്പെടുന്നതിലും കിട്ടാതെ പോയതിലും നമ്മൾ സങ്കടപ്പെടേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ അതിനെയാണ് മറ്റെന്തിനേക്കാളും വലുതായിട്ട് കണ്ടത്, സന്തോഷമായിട്ട് കണ്ടത്. അങ്ങനെയല്ല, അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹുവിൻ്റെ റസൂല് ദരിദ്രനായിരുന്നു, മിസ്കീനായിരുന്നു, അല്ലേ? എന്നെ മിസ്കീനായി മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചവനാണ് പ്രവാചകൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, മിസ്കീനായിട്ട് മരിപ്പിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുമ്പോൾ നബിയുടെ വയറ്റിലുണ്ടായിരുന്ന, ആമാശയത്തിലുണ്ടായിരുന്നത് ജൂതൻ്റെ അടുത്ത് പണയം വെച്ച് കിട്ടിയ ആ പൈസ കൊണ്ട് വാങ്ങിയ ഗോതമ്പിൻ്റെ വിഭവമാണ്, അല്ലെങ്കിൽ ബാർലിയാണ്. അത് അള്ളാഹുവിൻ്റെ ഗോതമ്പാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വയറ്റിലുണ്ടായിരുന്നതെന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കി, അത്രയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങി എണീറ്റ് പോകുമ്പം ആ പരുത്ത ഈത്തപ്പനയുടെ മട്ടലിൻ്റെ പാട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്ത് പതിഞ്ഞ് കാണാമായിരുന്നു എന്നാണ്. ആരാണ് സഹോദരങ്ങളെ? അഷ്റഫുൽ ഖൽഖാണ്.
പ്രപഞ്ചത്തിലെ ഈ സൃഷ്ടികളിൽ ഏറ്റവും ഷറഫാക്കപ്പെട്ട വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ ദുനിയാവിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പട്ടിണി കിടക്കുമായിരുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂലിന് എന്തെങ്കിലും ഭൗതിക സുഖങ്ങളിൽ ഒരു കുറവുണ്ടാകുമായിരുന്നില്ല. പക്ഷേ അതിനൊരു വിലയും അള്ളാഹു കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു പരീക്ഷണത്തിൻ്റെ ജീവിതമാണ്. ഈ ജീവിതം അവസാനിക്കും അല്ലേ? ചില ആളുകളൊക്കെ അസുഖമായിട്ട് കിടക്കുമ്പോഴും അവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ട്. കാരണം എന്താ? ഈ മരണത്തിന് ശേഷം ഇനി വാപ്പാക്ക് അസുഖമില്ലല്ലോ അല്ലേ, മരിച്ചാൽ കഴിഞ്ഞു, മരണത്തോടുകൂടി അവസാനിക്കുന്നതാണ് ക്യാൻസറിൻ്റെ വേദന എന്നാണ്. ബാക്കി നമ്മൾ ജീവിതത്തിൽ ഇപ്പോൾ ഈ സങ്കടം വരുമ്പോൾ സിനിമക്ക് പോണവരും സങ്കടം തീർക്കാൻ വേണ്ടി ഈ എൻ്റർടൈൻമെൻറ്റുകൾ കാണുന്ന ആളുകൾ, അല്ലെങ്കിൽ അത് ആസ്വദിക്കുന്ന ആളുകൾ, ഒരു ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് അല്ലേ, ഇപ്പോൾ സാധാരണ ടെൻഷൻ മാറാൻ പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റുകൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ വീട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ജനങ്ങളെങ്ങനെ എൻ്റർടൈൻ ചെയ്യുക എന്നതാണ്, അവരെ സന്തോഷിപ്പിക്കുക. നിങ്ങൾ ആലോചിച്ച് എന്ത് സ്ഥായിയായ സന്തോഷമാണ് ഇത്തരം എൻ്റർടൈൻമെൻറ്റുകൾക്ക് നമുക്ക് നൽകാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു സിനിമ കണ്ടാൽ 3 മണിക്കൂറാണ് പോയി കിട്ടും. ആ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ത്രില്ലുണ്ടാവും. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ പഴയ ലോകത്തും പഴയ ചിന്തയിലേക്ക് തന്നെയാണ് പിന്നെയും വരിക. ഇതൊന്നും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതൊരു പരീക്ഷണത്തിൻ്റെ ജീവിതമാണ്. ഇത് പരീക്ഷിക്കാൻ എന്താണ് ഇവിടെ നന്മയും തിന്മയും നൽകി, സുഖവും ദുഃഖവും നൽകി അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കും. ഈ ഒരു പരീക്ഷണത്തിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് അല്ലേ. ഒരു പരീക്ഷണം വരുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് റോളില്ല, അത് അള്ളാഹു തരുന്നതാണ്. പക്ഷെ നമുക്ക് റോളുള്ള വിഷയം എന്താണ്? നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് അല്ലേ. ഇപ്പോൾ ഒരു ക്യാൻസർ വന്നു, നമുക്ക് എന്ത് ചെയ്യുക? നമുക്ക് ആകെ സങ്കടപ്പെട്ട്, ആകെ സങ്കടവും ദുഃഖമായിട്ട് ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ പ്രയാസപ്പെട്ട്, എന്താ പടച്ചോനോട് ഇങ്ങനെ കാട്ടി പറഞ്ഞിട്ട് നിസ്കാരം നോമ്പൊക്കെ ഒഴിവാക്കി നിൽക്കാൻ പറ്റും. പക്ഷേ അത് ആ പരീക്ഷണത്തിലുള്ള പരാജയമാണ്. ആ പരീക്ഷണത്തിലുള്ള പരാജയമാണ്. നേരെ മറിച്ച് എന്താണ്? ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഞാൻ മരിച്ചു പോകും, നേരത്തെ ആയി എന്നത് അത് ഒരു നഷ്ടമാണ് എന്നുള്ളത് എൻ്റെ ഒരു തോന്നലാണ്. ആത്യന്തികമായി അതെനിക്കൊരു ഹൈറാണ്. കാരണം എന്താണ്? അസുഖം വരിക എന്നത് പാപങ്ങൾ പൊറുക്കപ്പെടുന്ന കാര്യമാണ്. പാപങ്ങൾ ഓരോ വേദന സഹിക്കുമ്പോഴും അതിന് അള്ളാഹു പാപങ്ങൾ പൊറുക്കും, ദറജകൾ ഉയർത്തും. ക്യാൻസറാണോ? എന്താണ്? ഷഹീദിൻ്റെ കൂലി ഉണ്ടാവും അല്ലേ. ചില അസുഖങ്ങൾക്ക് ഷഹീദിൻ്റെ കൂലിയുണ്ട്. അപ്പോൾ എനിക്ക് അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിന് എന്നോടുള്ള സ്നേഹമാണ്. അള്ളാഹു എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എനിക്കിത് നൽകിയത്. കാരണം ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരായവർ അമ്പിയാക്കന്മാരാണ്. അള്ളാഹ്ക്ക് ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയവർ പ്രവാചകന്മാരാണ്. അള്ളാഹ്ക്ക് സ്നേഹമുള്ളവരെയാണ് അള്ളാഹു കൂടുതൽ പരീക്ഷിക്കുക. അപ്പോൾ ഒരു പരീക്ഷണം വരുമ്പം പോസിറ്റീവായിട്ട് കാണണം, അള്ളാഹുവിലേക്ക് അടുക്കണം. പ്രാർത്ഥനകളിലൂടെ, ഖുർആൻ പാരായണം ചെയ്യലിലൂടെ, ക്ഷമിക്കുന്നതിലൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം അല്ലേ. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് ഇടപാടുകളൊക്കെ ഒന്നുകൂടി സുതാര്യമാക്കി, കടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേം തീർപ്പാക്കിക്കൊണ്ട്, ആരെങ്കിലും ദേഷ്യപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ തെറ്റിപ്പിരിഞ്ഞിരിക്കുകയോ ചെയ്യണമെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് സുൽഹാക്കി അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സമയമായി എന്ന് ഗുരു നേരത്തെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. തയ്യാറെടുപ്പിനുള്ള സമയം എനിക്കെൻ്റെ റബ്ബ് നൽകിയതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ പോസിറ്റീവായിട്ട് കാണാൻ ആർക്ക് സാധിക്കുന്നുവോ അവരാണ് ജയിച്ച ആളുകൾ. അവരാണ് ഒരു പരീക്ഷണം അത് നന്മയാണോ തിന്മയാണോ എന്ന് ആത്യന്തികമായി തീരുമാനിക്കപ്പെടാറിയോ. നമ്മൾ എങ്ങനെയാണ് ആ പരീക്ഷണത്തെ നോക്കിക്കാണുന്നത്? ആ പരീക്ഷണം കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തിട്ടുണ്ടോ എങ്കിൽ അതെനിക്ക് നന്മയാണ്, അതെനിക്ക് വിജയമാണ്. ആ പരീക്ഷണത്തിൽ ഞാൻ വിജയിച്ചു. അതല്ല, ഞാൻ അള്ളാഹുവിൽ നിന്ന് കൂടുതൽ അകലുകയാണോ ചെയ്തത് എങ്കിൽ അതെനിക്കൊരു തിന്മയാണ്, ഞാൻ ആ പരീക്ഷണത്തിൽ പരാജയപ്പെടുകയാണ്, അതിൻ്റെ സൂചനയാണ് അത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ പറ്റിയുള്ള അചഞ്ചലമായ വിശ്വാസം, ആ അള്ളാഹുവിനെ പറ്റി തവക്കുൽ ചെയ്യുക. സത്യത്തിൽ ഇതൊന്നും ഒരു പ്രത്യേക ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം ഇസ്ലാമിലെ മുഴുവൻ കർമ്മങ്ങളും അള്ളാഹുവുമായിട്ടുള്ള ആ ഒരു ബന്ധം പുതുക്കാനും നിലനിർത്താനുള്ളതാണ്. അത് നമ്മൾ യാന്ത്രികമായി പോകാതെ നോക്കിയാൽ മാത്രം മതി. ഈ ഖുർആൻ പാരായണമാകട്ടെ, ഈ നമസ്കാരമാകട്ടെ, നമ്മുടെ സകല കർമ്മങ്ങളും അല്ലേ. ഇപ്പം ഇന്ന് നേരം വെളുത്ത് നമ്മൾ ഓതിയ ആ ഖുർആൻ കുറച്ചൊക്കെ നമ്മളൊന്ന് അർത്ഥറിഞ്ഞിട്ട് അല്ലേ, ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖുർആൻ പാരായണത്തെ പറ്റി എന്താ, വറത്തിലിൽ ഖുർആന തർത്തീലാന്നാണ്. ലാ തുഹർരിക് ബിഹി ലിസാനക്, ഖുർആൻ്റെ ആയത്താണ്. ലാ തുഹർരിക് ബിഹി ലിസാനക്, നബിയെ താങ്കളിങ്ങനെ നാവിട്ടടിച്ച് പ്രയാസപ്പെടേണ്ടെന്ന് അള്ളാഹ് പറയണം. ആരോട്? നബിനോട്. കാരണം എന്താ? ഒരു വഹി വന്നിങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പം വഹി വന്ന് ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഓതി കൊടുത്തിട്ട് ജിബ്രീൽ പോകുമ്പോത്തിന് നബിക്ക് ടെൻഷനാണ്. കാരണം എന്താ?
നബി ഈ ഓതിത്തന്നത് മറന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് ആ ജിബ്രീൽ ഓതിക്കൊടുത്തതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വീണ്ടും വീണ്ടും ഓതി ടെൻഷൻ അടിച്ച് പ്രയാസപ്പെടുകയാണ്. നബി ഇങ്ങനെ ഉറക്കനെ ഓതിയിട്ട് പ്രയാസപ്പെടുമ്പോഴും ആയത്തിറങ്ങി ലാ തുഹർരിക് ബിഹി ലിസാനക്, നബിയെ താങ്കൾ ഇങ്ങനെ നാവിട്ടടിച്ച് ഇടങ്ങാറായിട്ട് ഇത് കാണാപാഠം പഠിച്ചാൽ നോക്കണ്ട, ഞാൻ പഠിപ്പിച്ച് തരാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹുവിൻ്റെ റസൂല് പോലും ഖുർആൻ പഠിക്കാൻ എത്ര ടെൻഷൻ അടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന് കൊടുത്ത ഒരു എഫർട്ട്, ഒരു പരിശ്രമം ആ ആയത്തിൽ നമുക്ക് മനസ്സിലാകും. അള്ളാഹ് നബിനോട് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നബി എത്ര ടെൻഷനോടെയും എത്ര സ്ട്രെയിൻ ചെയ്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖുർആൻ വീണ്ടും വീണ്ടും ഓതിയത്. നമ്മൾ സഹോദരങ്ങളെ ഒരു സൂറത്ത് 1 or 2 വട്ടം ഓതിയിട്ട് അത് നിൽക്കണില്ല എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണില്ല. അപ്പോൾ ഖുർആൻ അത് നമ്മൾ പഠിക്കുക തന്നെ വേണം അല്ലേ. ഓരോ ആയത്തും നിങ്ങൾ ആലോചിച്ച്, ഓരോ ആയത്തും നമ്മൾ മനസ്സിലാക്കണം എന്താണ് അതിൻ്റെ ആശയം. ഖുർആൻ ആശയം മനസ്സിലാക്കാതെ എങ്ങനെയാണ് സഹോദരങ്ങളെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ പഠിക്കണം. വേറെ എന്തെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നു. ലോകത്തിൻ്റെ എല്ലാ വാട്സപ്പിൽ വരുന്ന എല്ലാ കഥകളും, എല്ലാ വീഡിയോ, എല്ലാ സംഭവം ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഇതൊക്കെ ഇരുന്ന് വായിച്ച് പെണ്ണുങ്ങൾക്ക് ഇത് നോക്കവളെ എല്ലാ കോമഡിയൊക്കെ കണ്ട് ഇതെല്ലാവർക്കും കേൾപ്പിച്ചു കൊടുത്ത് എല്ലാ ഗ്രൂപ്പുക്കും ഇട്ട് നമ്മളെ വകട്ട് കൊടുക്കുകയാണ്. എത്ര നോക്കി അയിമങ്ങനെ ഇരുന്ന് അത് കണ്ട് അതൊക്കെ ഫോർവേഡ് ചെയ്ത് നിങ്ങൾ ആലോചിക്കുക. ഒരായത്ത് പഠിക്കാൻ, ഒരായത്ത് മനസ്സിലാക്കാൻ ഇത്രയൊന്നും സമയം വേണ്ടതില്ല. പക്ഷെ നമ്മൾ അതിനൊരു ഇനിയിപ്പോൾ ഈ വയസ്സാം കാലത്ത് പോകുന്ന പഠിച്ചാൽ ശരിയാവില്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. സഹോദരങ്ങളെ, ഖുർആൻ എന്ന് പറഞ്ഞാൽ ആകാശലോകത്ത് നിന്ന് അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയ അള്ളാഹുവിൻ്റെ വഹിയാണ്, കലാമാണ്. ആ ഖുർആന് അത് ഒരു തലക്ക ഹബലുല്ലാഹിൽ മംദൂദ്, ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്കിട്ട അള്ളാഹുവിൻ്റെ കയറാണ്. അതിൻ്റെ അറ്റത്ത് മുറുകെ പിടിച്ചാൽ അതിൻ്റെ മറ്റേ തലക്കൽ പടച്ചോനാണ്. ഒരിക്കലും വഴി തെറ്റൂല എന്നാണ്, ഒരിക്കലും വഴി തെറ്റൂല. അതുകൊണ്ട് ആ ഖുർആന് നമ്മൾ അതിൻ്റെ ആശയം പഠിക്കണം, അതിൻ്റെ ആശയം പഠിക്കണം. അതിൻ്റെ ഓരോ ആയത്തും അറ്റ്ലീസ്റ്റ് സഹോദരങ്ങളെ ഒരായത്ത് ഓതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാനം വറത്തിലിൽ ഖുർആന തർത്തീല എന്ന് പറഞ്ഞു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിങ്ങനെ ഓതി നിങ്ങളെ ചോദിക്കും. അതിലെവിടെയെങ്കിലും അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റി പറയുമ്പം ആ ശിക്ഷയിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നതാണ്. രക്ഷയെപ്പറ്റി പറയുമ്പം ആ രക്ഷ ചോദിക്കുമെന്നാണ്. അങ്ങനെ ഖുർആൻ എത്ര ലൈവായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഓതിയത്. നമ്മളിങ്ങനെ അങ്ങനെ ഓതി വിടുക എന്നതിനപ്പുറം അതിലെ ഒരു സ്വർഗത്തെ പറ്റി പറയുമ്പം ആ സ്വർഗത്തിനോട് ആഗ്രഹം ഉണ്ടാകുക, ആ സ്വർഗം ചോദിക്കുക. നരകത്തെ പറ്റി പറയുമ്പം ആ നരകത്തിൽ നിന്ന് കാവലിനെ ചോദിക്കുക. ഇതൊന്നും വലിയ മെനക്കെടുള്ള സംഭവമല്ല അല്ലേ. ഇപ്പം നരകം എന്ന് പറഞ്ഞാൽ ഖുർആനിലെ നരകം അദാബ് എന്ന് പറഞ്ഞാലും നാറ് എന്ന് പറഞ്ഞാലും ഇതൊക്കെ നരകമാണ്, ശിക്ഷയാണ് എന്ന് അറിയാത്ത ആരാളുള്ളത്? ഖുർആൻ ഓതുന്നു ആർക്കറിയില്ല. അദാബ് എന്ന് പറയുമ്പോൾ ശിക്ഷയാണെന്നും നാറ് എന്ന് പറഞ്ഞാൽ നരകാണെന്ന് അറിയത്തെ. അപ്പോൾ ഒരു അദാബ് നാറ് എന്നൊക്കെ ഓതുമ്പോൾ പടച്ചോനെ എന്നെ കാക്കണേ, എൻ്റെ കുടുംബത്തെ കാക്കണേ, എൻ്റെ മക്കളെ കാക്കണേ, എൻ്റെ മാതാപിതാക്കളെ കാക്കണേ എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു പ്രാർത്ഥന വരേണ്ടതുണ്ട്. അങ്ങനെ ഓതുമ്പോഴാണ് നമുക്ക് ആ ഖുർആനായിട്ട് ബന്ധം ഉണ്ടാകുക അല്ലേ. മുഅ്മിനീൻ എന്നൊക്കെ ഓതുമ്പം പടച്ചോനെ ആ വിശ്വാസികളിൽ ഞങ്ങളെ നീ പെടുത്തണേ, എൻ്റെ കുടുംബത്തെ, മാതാപിതാക്കളെ അല്ലേ, മക്കളെ ഇതൊക്കെ ഇതിൽ പെടുത്തണേ, മുഅ്മിനീങ്ങളിൽ പെടുത്തണേ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തേട്ടം വരണം അല്ലേ. ജന്നാത്തു അദ്നിൻ, തോട്ടങ്ങൾ, സ്വർഗത്തെപ്പറ്റി പറയുമ്പം ആ സ്വർഗത്തിൽ ഇടം തരണേ, സ്വർഗക്കാരിൽ ഞങ്ങളാക്കണേ, സ്വർഗപ്രവേശനം നേടിത്തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനൻ്റെ ഒരു മനസ്സ് അത് ഓതുന്ന സമയത്ത് നമുക്ക് വരേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഖുർആനായിട്ട് മനസ്സുകൊണ്ടൊരു ബന്ധം ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് ഖുർആൻ അത് അള്ളാഹു ആകാശലോകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന അള്ളാഹുവിൻ്റെ വഹിയാണ്. അത് ലോകാവസാനം വരെയുള്ള ആളുകൾക്കുള്ള മാർഗദർശനമാണ്. അങ്ങനെ ഖുർആനിനെ നമുക്ക് കാണാൻ സാധിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബന്ധം അള്ളാഹുമായിട്ടുള്ള നിരന്തരമായ ബന്ധം. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും അത് സത്യമാണ്, ഏറ്റവും വലിയ ഹക്കാണത്. കാരണം നമ്മളെ സൃഷ്ടിച്ച, നമ്മുടെ മനസ്സിനെ സംവിധാനിച്ച ആ റബ്ബാണ് നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അലാ നിങ്ങൾ അറിയണം, ബിദിക്രില്ലാഹ് അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മകൾ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് അല്ലാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടാണെന്ന് ആരാണ് പറയണത്? ഈ ഹൃദയങ്ങളെ സംവിധാനിച്ച, ഈ മനസ്സിനെ സൃഷ്ടിച്ച, മനുഷ്യൻ്റെ മനസ്സിനെ സംവിധാനിച്ച, മനുഷ്യൻ്റെ വികാരങ്ങളെ രൂപപ്പെടുത്തിയ ആ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത് സമാധാനം കിട്ടാൻ എന്തേ മാർഗമുള്ളൂ?
അള്ളാഹുവിനെ പറ്റി ഉള്ള ഓർമ്മ കൊണ്ട് മാത്രമേ മനസ്സുകൾക്ക് സമാധാനം കിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് ഈ പീഡികത്തിണ്ണയിൽ അന്തിയുറങ്ങുന്ന സമാധാനമായി ഉറങ്ങുന്ന ആളുകൾ അല്ലേ. അവിടെ ചില ആൾക്കാർ ഉറങ്ങണുണ്ട് കൂർക്കം വലിച്ചുറങ്ങുണ്ടാവും അല്ലേ. ചില ആൾക്കാർ പീഡിയത്തിനിൽ ഇങ്ങനെ ആ ഒരു രാത്രിക്കായ ഒരു 12 ചില പീടിൻ്റെ ഇതിൽ പോയാൽ കാണാം ഒരു ഇങ്ങനെ പോയിട്ട് തപ്പി ഇങ്ങനെ കൊണ്ടുവന്ന് കാണ്ട് ഒരു ചട്ടൻ്റെ കഷ്ണം ഇങ്ങനെ എടുത്തുകൊണ്ടിരും. എന്നിട്ട് അതവിടെ ഇങ്ങനെ വിരിച്ചു. എന്നിട്ട് ഒരൊറ്റ കടത്ത 2 മിനിറ്റ് കൊണ്ട് കൂർക്കം വലിച്ചു. 2 മിനിറ്റ് കൊണ്ട് കൂർക്കം വലിച്ചു. നമ്മളിങ്ങനെ നോക്കിക്കാരം ഇതെപ്പോൾ ഇങ്ങനെ ഉറങ്ങാന്ന്. നമ്മളിങ്ങനെ വിയർത്തുനിന്ന് എന്നിട്ട് ഈ ചൂടത്ത് ഇതെപ്പോൾ ഇങ്ങനെ ഉറങ്ങുന്ന ഇപ്പോൾ കറണ്ടില്ല വരയ്ക്ക് പോയിട്ട് കാര്യമുണ്ടോ ഞാൻ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കാരം ഒരു സുഖമായിട്ട് കിടന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഉറങ്ങാൻ പറ്റുന്നത്? അത് മനസ്സിൻ്റെ സമാധാനമാണ്. ഒരു ടെൻഷനും ഇല്ലാതെ കിടന്നുറങ്ങുക. മറ്റൊരു AC 17 ഇട്ട് 2 പുതച്ച് ഉറങ്ങിയാലും എന്ത് ചെയ്യൂല, ഉറക്കം കിട്ടൂല, ഗുളികണ് കുടിച്ചേണ്ടി വരും. അതെന്തുകൊണ്ടാണ്? ആ മനസ്സിന് സമാധാനം കിട്ടായിട്ടാണ്. ആ സമാധാനം സഹോദരങ്ങളെ നമ്മൾ ഭൗതികമായ മാനദണ്ഡങ്ങൾക്ക് നൽകാൻ കഴിയില്ല. നമ്മൾ അങ്ങനെ വിചാരിക്കുകയാണ് AC ഉണ്ടായ ചൂടെടുത്തില്ലെങ്കിൽ ഉറങ്ങുന്നത്. അത് തോന്നലാണ്. ചൂടും തണുപ്പുമൊന്നുമല്ല ഉറക്കത്തെ നിശ്ചയിക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ സമാധാനം അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അള്ളാഹുവാണ് മനസ്സിനെ സൃഷ്ടിച്ചത്. അള്ളാഹുവാണ് മാനസികമായ വികാരങ്ങളെ രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് ആ സൃഷ്ടാവായ അള്ളാഹു പറയാണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുക അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മാത്രമാണ്. അത് ഏറ്റവും വലിയ ഫാക്റ്റാണ്. അത് നമ്മൾ അറിയന്നെ വേണം, അത് നമ്മൾ മനസ്സിലാക്കുക വേണം. അതുകൊണ്ട് ഈ അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു ചിന്ത അല്ലേ, ഏത് ചെറുതും വലുതുമായ ഏതൊരു കാര്യങ്ങളെയും നമ്മൾ അള്ളാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കണം. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഭാവിയെപ്പറ്റി ചിന്തിക്കുന്ന ഒരു മൃഗം അത് മനുഷ്യൻ മാത്രമാണ്. മനുഷ്യൻ്റെ ഇനി എന്താ സംഭവിക്കുക, പലപ്പോഴും ആൾക്കാർ ചോദിക്കൂലേ ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക, ഇനി ഇവിടുന്നൊക്കെ എന്തേക്കാരം ഉണ്ടാകുക. അങ്ങനെ ഭാവിയെപ്പറ്റി ഏറ്റവും ആശങ്കയുള്ളതും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും ചെയ്യുന്നൊരു ജീവി അത് മനുഷ്യൻ മാത്രമാണ്. അപ്പം അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കി, മനുഷ്യനെപ്പോഴും ഒരു ദുഃഖം ഉണ്ടാകുക കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റിയാണ്. എന്താ വിഷമം, അന്നിപ്പോൾ ഞാൻ ഓൻ അവിടെ കൊണ്ടുപോയി ചേർത്തി, എല്ലാവരും പറഞ്ഞപ്പോൾ ചേർത്തിയതാ, അത് മാണ്ടില്ലേ, അത് ചേർത്തി കഴിഞ്ഞു, എല്ലാം തീരുമാനമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് എന്താ കാര്യം. പലപ്പോഴും ആളുകളതാ പറയാം, അന്ന് ഞാൻ അവിടെ പോയി അത് പോകാൻ പാടില്ലായിരുന്നു, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. സംഭവിച്ച യാതൊരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾ ലൗല എന്ന് ചേർത്ത് പറയരുതെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ലൗല അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ ചേർത്ത് പറഞ്ഞുകൊണ്ട് വെച്ചെട്ടിക്കാണ്ട് പിന്നെ ഓരോന്ന് പറഞ്ഞ് കാര്യമില്ല. പകരം നിങ്ങൾ എന്തു പറയുക, ഖദ്ദറല്ലാഹ്, അള്ളാഹു കണക്കാക്കി. ഖദറുല്ലാഹ വമാ ശിഅ്ത, അള്ളാഹു കണക്കാക്കി, അള്ളാഹു ഉദ്ദേശിച്ചത് സംഭവിച്ചു. അള്ളാഹു ഉദ്ദേശിച്ചതാണ് സംഭവിച്ചത്. അത് നമ്മൾ അങ്ങനെ നമ്മളെ അതങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ, നമ്മളെങ്ങനെ പ്ലാൻ ചെയ്താലും അത് അള്ളാഹു കണക്കാക്കിയതാണ്, അത് വരിക തന്നെ ചെയ്യും. അത് നമ്മൾ അങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയോ അത് ചെയ്തു ഇത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കൂലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിനെപ്പറ്റി പിന്നെ ആലോചിക്കരുത്. അപ്പം എപ്പോഴും കഴിഞ്ഞു പോയതിനെ കുറിച്ചാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാകുക, ദുഃഖം ഉണ്ടാകുക. കഴിഞ്ഞു പോയതിനെ പറ്റി നിങ്ങൾ ദുഃഖിക്കേണ്ട, അത് അള്ളാഹു തീരുമാനിച്ച പോലെ നടന്നു കഴിഞ്ഞു. പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു കാര്യവും അത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമാണ് അല്ലേ. നമുക്ക് ജീവിതത്തിൽ വന്നു ചേരുന്ന ഏതനുഗ്രഹങ്ങളെയും അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ടാണ് നമ്മൾ എന്തിനാണ്? അത് പടച്ചോനെ പറ്റി ഒരു ബോധം ഉണ്ടാകാനാണ് അല്ലേ. നമ്മളെ ഫോണാകട്ടെ, നമ്മളെ ഫോൺ ഉപയോഗിക്കും, നമ്മൾ കാറ് വണ്ടി കയറുമ്പോൾ നമ്മൾ എന്തൊക്കെ അനുഗ്രഹമായിട്ട്, നമ്മൾ എന്തൊക്കെ സൗഭാഗ്യങ്ങളായി സന്തോഷമായിട്ട് നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം, ആ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുക എന്നുള്ളത് അതൊരു വിശ്വാസിയുടെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് മാഷാ അള്ളാഹ് എന്ന് പറയണമെന്നാണ്. മാഷാ അള്ളാഹ് എന്ന് പറയുന്നത്, മാഷാ അള്ളാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ചെല്ലാൻ, എന്ന് പറയാൻ ഒരു വിശ്വാസിയെ പ്രേരിപ്പിക്കുന്നത് ആ അനുഗ്രഹങ്ങൾ റബ്ബിലേക്ക് ചേർത്ത് പറയാന്നുള്ളതുകൊണ്ടാണ്. ഇതിൻ്റെ കഴിവല്ല, എൻ്റെ കച്ചവടം അല്ല, എൻ്റെ സമ്പാദ്യം. ഇപ്പോൾ ഇന്നത്തെ കച്ചവടം കണക്കൂട്ടി അൽഹംദുലില്ലാ ഇത്ര വരുമാനം ഉണ്ടായിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെക്കാളൊക്കെ ഏറെ എനിക്ക് വരുമാനം ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഒരു കാറ്, ഞാൻ മുമ്പ് ഒരു സൈക്കിൾ വാങ്ങിയ കാലം ഉണ്ടായിരുന്നു അല്ലേ, ഒരു സ്കൂട്ടറായിട്ട് എത്ര കാലം നടന്നു, അപ്പോൾ ഞാനൊരു കാറ് വാങ്ങി. ഇതൊക്കെ എന്താണ്? ദാലിക ഫളുലുല്ലാഹ്, അത് അല്ലാഹുവിൻ്റെ ഔദാര്യമാണ് അല്ലേ. എത്രയോ ആളുകൾ അങ്ങനെ കച്ചവടം നടത്തിയിട്ട് എന്നെക്കാൾ മിടുക്കന്മാരായ, എന്നെക്കാൾ സമർത്ഥരായ ആളുകൾ പിന്മാറി, നഷ്ടപ്പെട്ട് പിന്തിരിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ ഒരു കഴിവ്. എപ്പോഴും ആളുകൾ അങ്ങനെ പറയാം, ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയതാണ്,
നമ്മളിവിടെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഡയലോഗാണ്, ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയതാണ്. എത്രയോ ആൾക്കാർ ചോര നീരാക്കിയിട്ട് ഉണ്ടാകാതെ പോയിക്കണ്. പക്ഷേ ഞാൻ ചോര നീരാക്കി ഉണ്ടായതല്ല, എൻ്റെ പടച്ചോൻ്റെ ഔദാര്യം കൊണ്ട്, അള്ളാഹുവിൻ്റെ ഫള് കൊണ്ട്, പടച്ചോൻ്റെ തൗഫീഖ് കൊണ്ട് കിട്ടിയതാണ് എന്ന് ഏതൊരനുഗ്രഹത്തെയും അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുക എന്നത്. അല്ലേ, കോവിഡ് കഴിഞ്ഞു പോയി, എത്ര ആളുകൾ മരിച്ചു. ഞാൻ എൻ്റെ ക്ലാസ്സിൽ വരെ 3 ആൾക്കാർ മരിച്ചു 10ാം ക്ലാസ്സിൽ. അല്ല ചോദിക്കുക. അപ്പോൾ നമ്മളിവിടെ ബാക്കിയായി. അതെന്താണ്? അത് നമ്മൾ മാസ്ക് ഇട്ട് നടന്നുകൊണ്ടാ? നമ്മളിതൊക്കെ അറിഞ്ഞ് നേരത്തെ വാക്സിൻ എടുത്തോണ്ടാ? അല്ല, പടച്ചോൻ്റെ ഔദാര്യം കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ ഫള് കൊണ്ട്, അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖ് കൊണ്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അപ്പോൾ ഏതൊരു അനുഗ്രഹത്തെയും അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാന്നുള്ളത്, അത് പറയന്നെ വേണം, പറയന്നെ വേണം, അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാം. അതിനാണ് നമ്മൾ മാഷാ അള്ളാഹ് എന്ന് പറയണത്. അല്ലേ, അതിങ്ങനെ വെറുതെ സ്റ്റിക്കർ എഴുതി തൂക്കിടാനുള്ളതല്ല. അത് ആ പറച്ചിൽ സഹോദരങ്ങളെ, അത് പറച്ചിലിൻ്റെ അപ്പുറത്തേക്ക് അത് ജീവിതത്തിൽ കാണാൻ പറ്റണം. ആ പ്രഖ്യാപനം എൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്. ഞാൻ അനുഭവിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളുമെല്ലാം എൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ് എന്ന ഒരു പ്രഖ്യാപനം നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നന്മകളായിട്ട്, അമലു സ്വാലിഹാത്തായിട്ട് അത് പുറത്തു വരണം. അതാണ് വിശ്വാസിയുടെ പ്രത്യേകത. വിശ്വാസിക്ക് ഈമാന് മാത്രമല്ല, ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി. ഖുർആനിൽ എത്ര സ്ഥലത്താണ് ആമനൂ വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ വിശ്വാസത്തിൽ ഒതുങ്ങി നിൽക്കൂല ഒരു സത്യവിശ്വാസി. അവൻ്റെ വിശ്വാസം അത് കർമ്മങ്ങളായിട്ട് പുറത്തേക്ക് വരും, അത് സൽക്കർമ്മങ്ങളായിട്ട്, നന്മകളായിട്ട് അത് സമൂഹത്തിൽ ചൊരിഞ്ഞു നിൽക്കുമെന്നാണ്. അപ്പം അതേപോലെ തന്നെ, അപ്പം അതുകൊണ്ട് പിന്നെ 3ാമത്തെ കാര്യം എന്താണ്? ഭാവി കാര്യം. നമുക്ക് 3 കാലമാണല്ലുള്ളത്. ഒന്ന് കഴിഞ്ഞു പോയത്, അതിനെപ്പറ്റി നമുക്ക് ഒരൊറ്റ നിലപാടേ ഉള്ളൂ, അള്ളാഹു കണക്കാക്കിയത് സംഭവിച്ചു എന്നുള്ളത്. 2ാമത്തത് വർത്തമാനാണ്, ഏതൊരനുഗ്രഹവും അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാമെന്നുള്ളതാണ്. 3ാമത്തത് ഭാവിയാണ്, ഭാവിയിലേക്ക് സംഭവിക്കാൻ പോകുന്ന ഏതൊരു കാര്യത്തെപ്പറ്റിയും ഇൻഷാ അള്ളാഹ് എന്ന് ചേർത്ത് കൊണ്ടല്ലാതെ നിങ്ങൾ പറഞ്ഞു പോകരുത് എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻഷാ അള്ളാഹ് പറയുന്നത്. അത് ഖുർആൻ്റെ കൽപ്പനയാണ്. അപ്പോൾ ഇതൊക്കെ പടച്ചോനെ പറ്റിയുള്ള നിരന്തരമായ ഓർമ്മയാണ്. നമ്മളിതൊക്കെ പറയുമ്പോൾ യാന്ത്രികമായി പോകരുത്. നമ്മുടെ മനസ്സിൽ പടച്ചോൻ ഉണ്ടാകണം. അല്ലേ, നമ്മളെ പ്രാർത്ഥനകൾ, നമ്മളെ പ്രഭാത പ്രാർത്ഥനകൾ, അല്ലേ, ഏറ്റവും വലുതെന്താണ്? അസൂയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വിളിച്ച് ചോദിക്കുകയാണ്, ഭയങ്കരമായ അസൂയാലുക്കളാണ്. അതായത് ഇങ്ങനെ ഓരോരുത്തർ കള്ളക്കേസ് കൊടുക്കുക, ഓരോ പ്രയാസങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ അറിഞ്ഞിട്ട് പോലും അറിയാത്ത കാര്യങ്ങൾ വെച്ച് പോലും എന്ത് ചെയ്യുക, ആളുകൾ അസൂയാലുക്കൾ എന്ത് ചെയ്യുക, ബുദ്ധിമുട്ടിക്കുകയാണെന്ന് പറഞ്ഞപ്പം സഹോദരങ്ങൾ, ഇതൊരു സത്യമാണ്. അസൂയ എന്നുള്ളത് വലിയ ഹക്കാണ്. അതുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. അത് ആർക്ക് മാത്രമേ നമ്മൾ രക്ഷിക്കാൻ കഴിയുള്ളൂ? നമുക്കിങ്ങനെ നോക്കി നടത്താൻ പറ്റുമോ? ആളുകൾ ആരൊക്കെ നമ്മൾ അസൂയാലുക്കൾ ആരൊക്കെ നമുക്കെതിരെ കേസ് കൊടുക്കണം, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കണം, അതൊക്കെ പടച്ചോന് മാത്രമേ കഴിയുള്ളൂ. അത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അത് അള്ളാഹുവിനെ ഏൽപ്പിക്കുക. അള്ളാഹു എല്ലാം അസൂയാലുക്കളുടെ അസൂയകളെപ്പറ്റിയും അവരുടെ കുതന്ത്രങ്ങളെപ്പറ്റിയുമെല്ലാം ഏറ്റവും അറിവുള്ളവൻ അത് അള്ളാഹു മാത്രമാണ്. ആ അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നമ്മൾ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. അതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവന് യാതൊരു പേടി ഉണ്ടാവില്ല. അല്ലേ, നിങ്ങൾ ഭയപ്പെടണം. സൂറത്ത് ആൽ ഇമ്രാനിലെ ആയത്തിൽ കാണാം, നിങ്ങൾ ഭയപ്പെടണമെന്ന് അവർ വിശ്വാസികളോട് പറഞ്ഞപ്പോൾ എന്താണ്? പിശാജ് പറയാണ്, പിശാജ് അവരെ പ്രേരിപ്പിക്കുകയാണ്. പക്ഷേ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ഭയപ്പെടുള്ളൂ എന്നാണ്. അള്ളാഹു അല്ലാത്ത ഒരാളെയും സത്യവിശ്വാസി ഭയപ്പെടൂല എന്നാണ്. അപ്പം ആ ഒരു നിർഭയത്വം, കാരണം എന്താണ്? എന്നെ സംരക്ഷിക്കാൻ, എന്നെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, അസൂയകളിൽ നിന്നും, ആളുകളുടെ ഉപദ്രവങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താൻ കഴിവുള്ളവനാണ് എൻ്റെ റബ്ബ് എന്ന അചഞ്ചലമായ വിശ്വാസം. അത് ഞാനങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ചൊല്ലാനാണ് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത്. അത് ചൊല്ലിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ നിർഭയത്വമായിരിക്കും. അല്ലേ, ഇനി ഒരു ഷർറും എന്നെ ബാധിക്കൂല. അങ്ങനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു എനിക്കെന്തോ വലിയ നന്മ അതിൽ വെച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെ അതിനെ കാണാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുമെന്നാണ്. അതുകൊണ്ട് ഓരോ പ്രാർത്ഥനയും, ഇപ്പോൾ രാവിലെ പെരയിന്ന് കുട്ടികളെ സ്കൂൾക്ക് വിടുകയാണ്, എന്തെല്ലാം പ്രലോഭനങ്ങളും പൈശാചികതകളുമാണ് നമ്മളെ കുട്ടികളെ കാത്തിരിക്കുന്നത്. അല്ലേ, ഈ സമൂഹത്തിൽ അത്രത്തോളം പൈശാചികതകളും പ്രയാസങ്ങളും ആ പ്രായത്തിലുള്ള കുട്ടികളെ പിടികൂടാൻ കെണികൾ പുറത്തു വെച്ച് പിശാചി കാത്തിരിക്കുകയാണ്.
എൻ്റെ കുട്ടി വഴിതെറ്റി പോകുമോ എന്ന പേടിൻ്റെ സഹോദരങ്ങളെ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന. അത് അതാണ് ചെല്ലി വിട്ടാൽ മതി. അത് ചെല്ലാൻ നമ്മൾ കുട്ടിയെ പഠിപ്പിച്ചിട്ടുണ്ടോ? അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടോ? മോളെ നമ്മൾ പറയും, എന്നാ ചെരുപ്പ് അല്ലെങ്കിൽ എന്താ തൂക്കാമാത്രം മറന്നച്ച്, ചോറ്റുമാത്രം മറന്നച്ചിക്കണ്, വെള്ളക്കുപ്പി എടുത്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അവസാനം പഠിച്ച പുസ്തകം ബാഗിൻ്റെ ഉള്ളിക്ക് വെച്ചിട്ടില്ലല്ലോ എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഉമ്മമാരെ എന്തും കൂടി പറയണം. ദാ ആ ചെരുപ്പിട്ട് ഷൂട്ട് ആ വണ്ടി വന്ന് പോകുമെന്ന് പറയുമ്പം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലാൻ ആ മക്കളെ പഠിപ്പിക്കണം, പ്രേരിപ്പിക്കണം. അത് നിരന്തരം ചൊല്ലി അതൊരു ശീലമാക്കി മാറ്റിക്കണം. എന്നാൽ സഹോദരങ്ങളെ, എന്താണ് പടച്ചവൻ ഏറ്റെടുത്തു അല്ലേ? എൻ്റെ കുട്ടിയെ ആരേറ്റു? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലമ ഔ യുദ്ലമ അലൈഹി. പ്രാർത്ഥനയാണ്. നോക്കി, എന്നെ വഴിതെറ്റിക്കാൻ, ഞാനൊരാളെ വഴിതെറ്റിക്കാതിരിക്കാൻ, എന്നെ ഒരാൾ വഴിതെറ്റിക്കാതിരിക്കാൻ, ഞാനൊരാളോട് അക്രമം ചെയ്യാതിരിക്കാൻ, എന്നെ ഒരാൾ ആക്രമിക്കാതിരിക്കാൻ. അങ്ങനെ ആ പ്രാർത്ഥന ചൊല്ലിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തൊരു സമാധാനമായിരിക്കും. എന്താണ്? വഴിതെറ്റൂല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉദില്ല ഔ ഉദല്ല ഔ അസല്ല ഔ ഉസല്ല ഔ അദ്ലമ ഔ യുദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. അല്ലേ? ജഹാലത്ത്, അറിവില്ലായ്മ. ഞാനൊരാളെ അറിവില്ലാതെ എന്ത് ചെയ്യുക? വഴിതെറ്റിക്കും. നമ്മൾ അറിയാത്തത് പറഞ്ഞ ഒരാളെ ഇടങ്ങാറാക്കും അല്ലേ? അത് വരാതിരിക്കാൻ, എന്നെ ഒരാൾ അങ്ങനെ ജഹാലത്തുകൊണ്ട് ഉപദ്രവിക്കാതിരിക്കാൻ. ഇതൊക്കെ പ്രാർത്ഥനകളാണ്. ഇതൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഒരാൾ ചെല്ലേണ്ട പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. ഇതൊക്കെ ചെല്ലി വിടുക എന്നുള്ളതുള്ളൂ. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക, അത് ചെല്ലാൻ പ്രേരിപ്പിക്കുക എന്നതിനപ്പുറത്ത് സഹോദരങ്ങളെ നമ്മൾ നിസ്സഹായരാണ്. അത്രയും വലിയ കെണികളാണ് നമ്മളെ മക്കളെ പുറത്ത് കാത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ്? അതിലൊക്കെ നമുക്ക് ഒരു കോൺഫിഡൻസ്, നമുക്കൊരു നിർഭയത്വം, അത് തരാൻ അള്ളാഹുവുമായിട്ടുള്ള ഈ ബന്ധം പ്രാർത്ഥനകളിലൂടെ, ദിക്റുകളിലൂടെ, ദുആകളിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ ചിലപ്പം ഒരു പക്ഷേ ഇതൊക്കെ ചെല്ലുന്ന ആളുകളുണ്ടാവും. പക്ഷെ അതിൻ്റെയൊക്കെ യാന്ത്രികമായി ആത്മാവ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇങ്ങനത്തെ ഓരോ പ്രാർത്ഥന, ഓരോ സാഹചര്യത്തിലുള്ള ഒരു മുസ്ലിമിൻ്റെ ജീവിതം പ്രാർത്ഥന കൊണ്ട് സമ്പന്നമാണ് അല്ലേ? ഒരു പ്രവാചകൻ ഓരോ സന്ദർഭങ്ങളിലും ഒരു ഷർട്ട് ധരിക്കുമ്പോൾ അല്ലേ, ഷർട്ട് ഊരുമ്പോൾ, ഷർട്ട് ഇടുമ്പോൾ, പുതിയ കുപ്പായ ഇടുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണത്തിൻ്റെ ഇടയ്ക്ക് തുമ്മിക്കഴിഞ്ഞാൽ, എല്ലാത്തിനും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, കയറുമ്പോൾ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വാഹനത്തിറങ്ങുമ്പോൾ ഒരു ലിഫ്റ്റ് കയറുകയാണ് അല്ലേ? ഒരു ലിഫ്റ്റ് കയറുമ്പോൾ എന്താണ്? ലിഫ്റ്റ് കയറുമ്പോൾ ഉയരത്തിലെത്തിയാൽ അല്ലാഹു അക്ബർ എന്ന് പറയണമെന്നാണ് അല്ലേ? അല്ലാഹു അക്ബർ. ഉയരത്തിലെത്തിയാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുമ്പം ഉയരത്തിലും കുന്നുമൊക്കെ എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതായിരുന്നു. അപ്പോൾ ഒരു ലിഫ്റ്റ് കയറുമ്പോൾ മേലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ പറയാം. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് പടച്ചവനുമായിട്ടുള്ള നിരന്തരമായ ബന്ധം അത് ശക്തിപ്പെടുത്തുകയാണ് ഈ ഇബാദത്തുകളിലൂടെ, ഈ ഖുർആൻ പാരായണത്തിലൂടെ, ഈ ദുആകളിലൂടെ. ദുആ എന്ന് പറഞ്ഞാലോ അദ്ദുആഹു ഹുവൽ ഇബാദ എന്നാണ്. പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ അറിയോ? അത് ആരാധനയാണെന്ന് മനസ്സിലാക്കണം. അത് ഇബാദത്താണ്. അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അത് അള്ളാഹു അല്ലാത്തവരോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് ശിർക്കാണ്, അത് നരകത്തിലെത്തുന്ന കാര്യമാണ്. അപ്പോൾ അത് അള്ളാഹുവിനോട് മാത്രമാകുമ്പോഴോ അത് തൗഹീദാണ്, അത് സ്വർഗത്തിലെത്തിക്കുന്ന കാര്യമാണ്. അപ്പോൾ കൊണ്ട് എല്ലാ ചെറിയ കാര്യങ്ങൾക്കും നമ്മൾ നിരന്തരമായി പടച്ചവനോട് പ്രാർത്ഥിക്കണം. സഹാബത്തിനെ പറ്റി പറഞ്ഞത് കാണാൻ പറ്റും. ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും അവർ അള്ളാഹുവോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന്. നമ്മൾ ആലോചിച്ച് നോക്കി. ഇപ്പോൾ ചെരുപ്പിൻ്റെ വാറ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തന്നെ കുട്ടിയൊക്കെ അറിയുണ്ടാവില്ല. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പണ്ട് VKസിൻ്റെ ഒക്കെ ചെരുപ്പുണ്ട്. അതിൻ്റെ വാറ് ചിലപ്പോൾ ഒരു 10 അടി നടന്നാണ് പുറത്തേക്ക് വരും. ആ ഉന്തി ഉള്ളിക്കാക്കും, പിന്നെ ഒരു 10 അടി നടക്കും, പിന്നെയും പുറത്തേക്ക് വരും. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിക്കാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നമേ അല്ല. ഒരു വാറ് പോന്നാൽ അതിന് പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ എന്താണ്? അത്രയും അവർ അള്ളാഹുവുമായി കണക്റ്റഡ് ആണെന്നാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ അള്ളാഹുവുമായി നിരന്തര ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നമ്മുടെ വിശ്വാസവും കർമ്മങ്ങളൊക്കെ വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ ജീവിതം കൊണ്ട് ഇതൊക്കെ പടച്ചോ അള്ളാഹുവിൻ്റെ റസൂൽ കൃത്യമായി പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഇതിലൂടെ നമ്മൾ എത്തേണ്ടത് ആ ഒരു തലത്തിലാണ്. അങ്ങനെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തൊക്കെ സങ്കടകരമായ കാര്യങ്ങൾ ഉണ്ടായാലും അതെന്തെങ്കിലും വലിയൊരു മാനസിക പ്രയാസം സൃഷ്ടിക്കുക. സങ്കടം ഇതൊക്കെ മനുഷ്യൻ്റെ സ്വാഭാവികമായ വികാരങ്ങളാണ്. ഇപ്പോൾ ഉമ്മ മരിച്ച വിഷമമുണ്ടാവും, കുട്ടികൾക്ക് അസുഖമായ വിഷമമുണ്ടാവും. പക്ഷേ ആ വിഷമത്തിൽ നീറിപ്പൊകഞ്ഞ് നമ്മൾ തകരുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. സങ്കടം സ്വാഭാവികമാണ്.
അത് മനുഷ്യൻ്റെ വികാരമാണ്. പക്ഷേ അതൊരു പരിധി കവിഞ്ഞുകൊണ്ട് അതൊരു ഉപദ്രവമായി മാറുന്ന ഒരു തലം വിശ്വാസിക്ക് ഭൂഷണമല്ല. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു വിശ്വാസവും കർമ്മവുമെല്ലാം നമ്മളെ പ്രേരിപ്പിക്കണം. അതാണ് നമസ്കാരത്തിലൂടെ നമുക്ക് ആ ബന്ധമാണ് അള്ളാഹുവുമായിട്ട് കിട്ടും. 5 നേരത്തെ നമസ്കാരത്തിലൂടെ അള്ളാഹുവുമായി സംസാരിക്കുമ്പോൾ ഫാത്തിഹയിലൂടെ അല്ലേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള ഒരൊറ്റ വാക്ക് മതി എന്നാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആലോചിച്ച് നോക്കി, ഈ സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവായ അള്ളാഹുവിനാണ്, റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതികളും എന്ന് നമ്മൾ മനസ്സുകൊണ്ടും പറയാണ്, പ്രഖ്യാപിക്കണം നിസ്കാരത്തിൽ. അത് പറയുമ്പോൾ സഹോദരങ്ങളെ എത്ര ആളുകളാണ് ഓരോ ദിവസവും രോഗികളായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ പ്രസംഗം കഴിയുമ്പോഴേക്ക് എത്ര ആളുകൾ ഒരു ഭാഗം കുഴഞ്ഞ് സ്ട്രോക്ക് വന്ന് പിന്നെ കാലാകാലം സ്ട്രോക്ക് വന്ന ആളുകളെ ആലോചിച്ച്. ഇന്നിപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പിൻ്റെ മുമ്പിലൊക്കെ പോയി എന്നാൽ, പണ്ടൊക്കെ വയസ്സായ ആളുകൾക്കാണ് സ്ട്രോക്ക് ഉണ്ടാകുക. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കുഴഞ്ഞ ആൾക്കാരെ നമ്മൾ കാണുന്നതൊക്കെ പറ്റ വയസ്സായ ആൾക്കാരെ. ഇന്ന് നിങ്ങളൊരു ഫിസിയോതെറാപ്പിൻ്റെ മുമ്പിൽ പോയി നോക്കി, 40 കഴിഞ്ഞ് 30-35 ശേഷമുള്ള, അതായത് കുടുംബത്തിൽ അധ്വാനിക്കുന്ന, കുടുംബത്തിൻ്റെ കുടുംബനാഥനായ ഒരു വലിയ കുടുംബത്തിൻ്റെ അത്താണിയായ ആളുകളൊക്കെയാണ് ഒരു ഭാഗം കുഴഞ്ഞ് പെണ്ണുങ്ങളും മാറി ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകണം. പെണ്ണുങ്ങൾ എല്ലാ ദിവസവും ഭാര്യമാർക്ക് വരാൻ പറ്റുന്നില്ല. കാരണം എന്താ, അവർ വേറെ എന്തെങ്കിലും ജോലിക്ക് പോവാണ് കുടുംബം നോക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടോ ഉമ്മൻ്റെയും പെണ്ണുങ്ങളെയും കുട്ടികളെക്കൊപ്പം ഈ ആളുകൾ ഫിസിയോതെറാപ്പിക്ക് അതിന് ചോദിക്കും, സൗജന്യ തെറാപ്പി എവിടെയെങ്കിലും ഉണ്ടോ? കാരണം 3 മാസമായി സ്ട്രോക്ക് വന്നിട്ട് ഇപ്പം അങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഫിസിയോതെറാപ്പിക്ക് ഭാരിച്ച ചിലവുണ്ട്. ഇതൊക്കെ സഹോദരങ്ങളെ പ്രായം കുറഞ്ഞ ആളുകൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ട്. എന്താണ് സഹോദരങ്ങളെ? അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ എനിക്ക് സർവ്വസ്തുതിയും എന്ന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വരേണ്ടതുണ്ട്. എന്താണ്, നമുക്ക് അല്ലാഹു ഈ ഒരു അസുഖം നൽകിയില്ലല്ലോ, എന്നെ ഇങ്ങനെ പരീക്ഷിച്ചില്ലല്ലോ എന്ന് ഒരു സ്തുതി നമ്മളെ മനസ്സിൽ നിന്ന് ഉയരാൻ. ഒരു പ്രയാസം വരുമ്പോൾ ഒന്ന് നടക്കുമ്പം നമ്മളെ കാലൊന്ന് മടക്കി ചവിട്ടി അല്ലെങ്കിൽ കാലെവിടെയെങ്കിലും ഒന്ന് വെച്ച് കുത്തി നല്ലൊരു വേദന വരുമ്പം മുസീബത്തി, അല്ലാഹുവേ ഈ മുസീബത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണമേ എന്ന് നമ്മളെ ഉള്ളിൽ നിന്ന് ഒരു പ്രാർത്ഥന വരണം. അപ്പോഴാണ് നീയത്തിൻ്റെ ഉള്ളൂ ഒരു പ്രതിഫലം കിട്ടുമെന്നും. മുസ്ലിമിന്റെ കാര്യം അത്ഭുതമാണ്, അജബൻ ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം എന്ത് അത്ഭുതമാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. കാരണം എന്താ, ഒരു പ്രയാസമുണ്ടായാൽ അവൻ ക്ഷമിക്കും, അപ്പോൾ അവന് പ്രതിഫലം കിട്ടും. ഒരു സന്തോഷം ഉണ്ടായാലോ അപ്പോൾ അവൻ നന്ദി കാണിക്കും, അപ്പോഴും അവന് എന്ത് ചെയ്യും, അവന് പ്രതിഫലം കിട്ടും. അപ്പോൾ അവൻ എന്ത് ബാധിച്ചാലും, പ്രയാസം ഉണ്ടായാലും എളുപ്പമുണ്ടായാലും സുഖമുണ്ടായാലും ദുഃഖമുണ്ടായാലും അവന് ഹൈറാണ്. കാരണം എന്താ, ഒരു എളുപ്പമുണ്ടായാൽ അൽഹംദുലില്ലാ പറയും, ഒരു പ്രയാസം ഉണ്ടായാലോ അപ്പോൾ അവനതിൽ ക്ഷമിക്കും. ഇത് പടച്ചോൻ തന്നതാണ്, അതിൽ ഹൈറുണ്ടാവും എന്ന് പറയും അല്ലേ. ബസ് കാത്തൊന്നും കാണാനില്ല, ട്രെയിൻ പോയി വന്നപ്പോഴത്തേനും ട്രെയിൻ പോയി, എന്താണ് അൽഹംദുലില്ലാ അതിലൊരു ഹൈറുണ്ടാവും, അത്രേ ഉള്ളൂ. അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല. നമ്മൾ നേരത്തെ ഇറങ്ങി, നമ്മൾ ബ്ലോക്കിൽ പെട്ടു, ഇതൊക്കെ നമ്മൾ മുന്നിൽ കണ്ട് നേരത്തെ ഇറങ്ങിക്കണേ, നമ്മൾ അവസാനം ഓടി വന്ന ആളല്ല, എന്നിട്ടും നമുക്ക് വണ്ടി പോയി എങ്കിൽ അത് ഹൈറാണ്, അതിനെനിക്ക് പടച്ചോൻ പ്രതിഫലം തരും എന്നൊരൊറ്റ നിലപാടേ വിശ്വാസിക്ക് അവിടെ ഉള്ളൂ. അപ്പോൾ നിങ്ങളാ ഉമ്മു സലമ റളിയല്ലാഹു അൻഹു ആരാണ്? നമ്മുടെ ഉമ്മയാണ്. അബൂ സലമ റളിയല്ലാഹുവിൻ്റെ ഭാര്യയായിരുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹു, അബൂ സലമ റളിയല്ലാഹു മരിക്കാണ്. ആദ്യകാലത്ത് ഹിജറ പോയ ആളാണ്, അബിസീനിയയിലേക്ക് ഹിജറ പോയ ദമ്പതികളാണ് അബൂ സലമയും ഉമ്മു സലമയും. അബൂ സലമ റളിയല്ലാഹു മരിച്ചപ്പം ഉമ്മു സലമ റളിയല്ലാഹുക്ക് അങ്ങേയറ്റത്തെ സങ്കടമുണ്ടായി, വിഷമമുണ്ടായി. പക്ഷേ സങ്കടം വിഷമം ഉണ്ടാകുമ്പം അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട്. എന്താണ്? അല്ലാഹുമ്മ ഉജുർനി ഫീ മുസീബത്തി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അള്ളാഹുവേ ഈ ഒരു മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണേ, ഇതിനേക്കാൾ ഖൈറായതിനെ നീ എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിരുന്നു എന്നാണ്. അങ്ങനെ ഉമ്മു സലമ പ്രാർത്ഥിക്കണം, എന്ത്? അള്ളാഹുവേ ഈ മുസീബത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണ്ടേ. എന്നെ ബാധിച്ച മുസീബത്താണ് ഭർത്താവ് മരിച്ചു പോകുക പറഞ്ഞാൽ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വലിയ മുസീബത്താണ്, അതിൽ എനിക്ക് നീ പ്രതിഫലം നൽകണമേ. പിന്നെ വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, എനിക്ക് അതിനേക്കാൾ ഖൈറായത് നീ നൽകണേ എന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താണ് അതിനേക്കാൾ ഖൈറായത്? ഉമ്മു സലമ അബൂ സലമ റളിയല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും തൃപ്തിപ്പെട്ട അവസ്ഥയിലാണ്, അതിനേക്കാൾ ഖൈറായതിനെയാണ് അവർ പ്രാർത്ഥിച്ചത്. അതെന്താ കിട്ടിയത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പിന്നീട് ആരെ കല്യാണം കഴിക്കണത്? ഉമ്മു സലമനെ കല്യാണം കഴിക്കണം. ആ ഒരു പ്രാർത്ഥന കൊണ്ട് ഉമ്മു സലമ റളിയല്ലാഹുവിന് അതിനേക്കാൾ ഖൈറായ നബിയുടെ ഭാര്യയാകാനുള്ള ഒരു ഭാഗ്യം അള്ളാഹു നൽകി എന്നുള്ളത്, നമ്മുടെ ഉമ്മയാകാൻ ലോകത്തെ ഈ മുഴുവൻ വിശ്വാസികളുടെയും ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ പെടാൻ ഒരു തൗഫീഖ് അള്ളാഹു നൽകിയത് ആ ഒരു പ്രാർത്ഥന കൊണ്ടാണ്. അല്ലാഹുമ്മ ഉജുർനി ഫീ മുസീബത്തി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ.
അപ്പോൾ അതെന്താണ്? അത് പടച്ചോൻ പ്രതിഫലം നൽകും. അതിനേക്കാൾ ഹൈറായത് നൽകാൻ എൻ്റെ റബ്ബ് കഴിവുള്ളവനാണ് എന്ന അചഞ്ചലമായ അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസവും ആ യഖീനും ആ തവക്കുലുമാണ് സഹോദരങ്ങളെ ഒരു വിശ്വാസിക്ക് ഇത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളിലും മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു രൂപത്തിൽ ദീനിനെ കാണാൻ, അള്ളാഹുവിനെ കാണാൻ, അള്ളാഹു പഠിപ്പിച്ച ഓരോ കാര്യങ്ങളെയും, ദീനിൻ്റെ ഓരോ കാര്യങ്ങളെയും ഒരു ഹലാൽ നിങ്ങളൊക്കെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡം. അത് നമുക്ക് പാലിക്കാൻ പറ്റുന്നുണ്ടോ, അതിനുള്ള തൗഫീക്ക് നമുക്ക് കിട്ടുന്നുണ്ടോ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇന്ന് മഗ്രിബ് ജമാഅത്തായി നമസ്കരിക്കാൻ സാധിച്ചു എന്നത്, ഇന്ന് സുബൈക്ക് നമ്മൾ സുബൈൻ്റെ മുമ്പേ എണീറ്റു തഹജ്ജുദ് നമസ്കരിച്ചു എന്നത്, അല്ലേ, അതാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം. ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ഹറാം ചെയ്തിട്ടില്ല, ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടില്ല, ഞാൻ പലിശയുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നത്, അതാണ് വലിയ സന്തോഷം, അല്ലേ. ഞാൻ ഒരു ഹറാം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കണം നമ്മളെ ഏറ്റവും വേട്ടയാടേണ്ടത്, നമ്മളെ ഏറ്റവും പ്രയാസപ്പെടുത്തേണ്ടത്, നമ്മളെ ഏറ്റവും വലിയ ദുഃഖമായി കാണേണ്ടത് അതാണ്. എൻ്റെ അസർ ജമാഅത്ത് നിന്ന് നഷ്ടപ്പെട്ടല്ലോ എന്നത്, അതായിരിക്കണം നമുക്കിന്ന് ഒരു ബിസിനസ്സിൽ ഒരു 10 ലക്ഷം നഷ്ടപ്പെട്ടു എന്നതിനേക്കാൾ വലിയ സങ്കടവും വലിയ ദുഃഖവും എന്തായിരിക്കണം? ഇന്നക്ക് വൈകുന്നേരം പ്രാർത്ഥന ചെല്ലാൻ നേരം കിട്ടിയില്ലല്ലോ, ഇന്നത്തെ വൈകുന്നേരത്തെ ഞാൻ സാധാരണ ചെല്ലണ വൈകുന്നേരത്തെ ദിക്ർ ദുആ ചെല്ലാൻ ഇന്ന് എനിക്ക് സമയം കിട്ടിയില്ലല്ലോ എന്നതായിരിക്കണം ഇന്ന് എനിക്ക് കച്ചവടത്തിൽ കുറച്ച് നഷ്ടമുണ്ടായി എന്നതിനേക്കാൾ വലിയ നഷ്ടമായിട്ട് ഒരു വിശ്വാസി കാണേണ്ടത്. അതെന്താണോ നമുക്ക് സാധിക്കുന്നത്, അവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാട് ശരിയാണത്. ഈ ദീനും അതിൻ്റെ കാര്യങ്ങളും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന വിഷയത്തിൽ, അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്ന കാര്യങ്ങളിൽ ഇതിൽ നമുക്ക് എത്രത്തോളം സൂക്ഷ്മതയുണ്ട്, അതിനെ നമ്മൾ എത്രത്തോളം പ്രധാനപ്പെട്ടതായി കാണുന്നുണ്ട് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ആയി വരാനാണ് ഈ തരത്തിലുള്ള ആരാധനകളും ഖുർആൻ പാരായണം, ദിക്റും ദുആ ഒക്കെ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ആ ഒരു നയം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി ഏറ്റവും വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 70,000 ആളുകളുണ്ട്. ആ ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബന ളലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ خاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. توفنا مسلمين وألحقنا بالصالحين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مسرف القلوب سرف قلوبنا على طاعتك. اللهم انصر إخوان المسلمين في فلسطين. اللهم انصر إخوان المسلمين المجاهدين المستضعفين في كل مكان. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.